بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനികളായ സത്യാന്വേഷികളെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ അധ്വാനിച്ച സീഡിന്റെ പ്രവർത്തകന്മാരെ, സർവോപരി ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഫറോക്കിലെയും പരിസരത്തെയും നല്ലവരായ നന്മ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാരെ, ഇതൊരു സൽക്കർമ്മമായും രാജ്യത്തിനും സമൂഹത്തിനും നേട്ടമുള്ള ഒരു കർമ്മമായും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതൊരു അന്വേഷണത്തിന് തുടക്കമാകാനും എവിടെയൊക്കെയോ ഹിമപാതം പോലെ കെട്ടിക്കിടക്കുന്ന സംശയത്തിന്റെയും അതിലുപരി ചരിത്രത്തിൽ കാണിച്ചിട്ടുള്ള വക്രീകരണത്തിന്റെയും പൊള്ളത്തരങ്ങളിലേക്കും യഥാർത്ഥ വസ്തുതയിലേക്കും ചിന്തിക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾക്കും പണ്ഡിതർക്കും പ്രചോദനമാകുന്ന ഒരു കർമ്മമായും ഇത് ഭവിക്കട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടി നടത്തുന്ന ഈ സംഘടനക്ക് ഇതുപോലെയുള്ള ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു സഹായം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ അന്വേഷണത്തോട് എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നാൽ, വസ്തുതകൾ ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തും എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് 2-2.25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവമാണ്. സംഭവങ്ങളുടെയും ഒരു ജീവിതത്തിന്റെ ഒരു ആവിഷ്കാരമാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ധാരണകളിൽ, കണ്ടെത്തലുകളിൽ പല ആളുകൾക്കും പല ധാരണയും പല കണ്ടെത്തലും ഉണ്ടായേക്കും. അതൊക്കെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. സ്വദേശപരമായ ഒരു തിരുത്ത് ആരെങ്കിലും നടത്തി തന്നാൽ അത് സ്വീകരിക്കുമെന്നും വളരെ താല്പര്യപൂർവ്വം, ഞാൻ സന്തോഷപൂർവ്വം അത് അംഗീകരിക്കുമെന്നും സത്യസന്ധമായി ബോധ്യപ്പെടുകയിൽ എന്റെ ധാരണകളെയും എന്റെ ചരിത്ര പ്രഭാഷണത്തെയും പിന്നീട് തിരുത്തുമെന്നും ഞാനിവിടെ വളരെ വിനയത്തോടെ അറിയിക്കുന്നു. നമ്മുടെ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടുപോയ ഒരു വല്ലാത്ത ഒരു മഹാനായ മനുഷ്യനെ കുറിച്ചുള്ള അവതരണമാണ്. പക്ഷെ ഞാൻ ദുഃഖകരമായൊരവസ്ഥ, ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ ഗൗരവമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഏറ്റെടുക്കില്ലായിരുന്നു എന്ന് പറയാനുള്ള കാരണം, ഇന്ന് സത്യത്തിൽ എന്നെപ്പോലുള്ള ചരിത്ര വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അത് പറയാൻ പറ്റുമോ, ഇത് പറയാൻ പറ്റുമോ, അങ്ങനെ പറയാനാവുമോ, അങ്ങനെ പറഞ്ഞാൽ ഇത് എന്താകും, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയാണ് പൊതുവെ ഇന്ന് ഞങ്ങൾക്കുള്ളത്. എനിക്ക് ഈ സത്യത്തിൽ എന്തുകൊണ്ടെന്നാൽ ഇന്ന് മനുഷ്യൻ ഇന്ന് പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ വല്ലാതെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് വളരെ
സാംസ്കാരികപരമായും ബുദ്ധിപരമായും ധിഷണാപരമായ അന്വേഷണത്തിനും മനുഷ്യൻ പുറകോട്ട് പോകുന്നത് വളരെ വലിയ ഒരു പുറകോട്ട് പോക്കാണ് ഇന്ന് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഒരു കാലഘട്ടത്തിൽ ബുദ്ധിപരമായ ഒരുപാട് നേട്ടങ്ങൾ നടത്തിയിരുന്ന പല സംഘടനകളും ചില മൂവ്മെന്റുകളും പിൽക്കാലഘട്ടത്തിൽ കയ്യൂക്കിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ അംഗീകരിക്കുക എന്നത് സ്വാഭാവികമാണ്. അത് ഒരു സ്വാഭാവികമായ ആവശ്യം. 2-5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഭരണമാറ്റം നടക്കാം, അത് സ്വാഭാവിക രീതിയാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് പിന്നെ അതിനെ തുടർന്നുണ്ടായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയാണ്? ഞാൻ ഇന്ന് ഈ കഥാകഥനങ്ങളിൽ പോലും പലതും വിഴുങ്ങേണ്ടി വരും എന്ന് എനിക്ക് തോന്നുകയാണ്. എന്തുകൊണ്ട്? ഓരോരുത്തരും പ്രഭാഷണത്തെ ശ്രദ്ധിക്കുക. അത് ഞങ്ങൾക്ക് എങ്ങനെ ഇരിക്കും, ഞങ്ങളെ എങ്ങനെ ഇരിക്കും എന്ന രൂപത്തിലായിരിക്കും ഇത് മനസ്സിലാക്കുക. ഞാൻ 988 മുതൽ 91 വരെയുള്ള കാലഘട്ടമാണ് എന്റെ ടിപ്പുവിനെ കുറിച്ചുള്ള പഠന കാലഘട്ടം. അന്നത്തെ സാഹചര്യം ഇന്നത്തെ പോലെ അത്രയൊന്നും വഷളായിരുന്നില്ല. പറയാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന് അവൻ അന്വേഷിച്ച് കണ്ടെത്തിയത് പറയാനുള്ള സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എന്നെപ്പോലത്തെ ഒരു പ്രഭാഷകനാകുമ്പോൾ അത് വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ഗോമാംസവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായി. അതിന്റെ നേരുകേട് ഇതൊന്നല്ല എന്റെ ചർച്ച. പക്ഷേ അതേ സംബന്ധിച്ച് ഇവിടെ കേരളത്തിലൊരു പ്രമുഖമായ രാഷ്ട്രീയ സംഘടനയുടെ യുവജന വിഭാഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബീഫ് ഫെസ്റ്റ് നടത്തി. ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, പഠിച്ചവനെ, അതിന്റെ പേര് വല്ലാത്തൊരു പൊല്ലാപ്പൊന്നും ഉണ്ടായതുമില്ല. ബീഫ് ഫെസ്റ്റ് നടത്താമോ, ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി ഒരു പശുവിനെ കൊല്ലാമോ എന്നുള്ളതല്ല എന്റെ ചർച്ച. അതിനോട് ഞാനോട്ട് യോജിക്കുന്നുമില്ല. അതൊരു നല്ല പണിയൊന്നുമല്ല. ഭക്ഷണം എന്നുള്ളതൊരു ഫെസ്റ്റിവൽ നടത്തേണ്ട ഒരു സംഗതിയൊന്നും അല്ല. പക്ഷെ അവരുടെ ആ സമരത്തോട് ഞാനൊരു അഭിപ്രായം പറയുന്നുമില്ല, അതിന്റെ ഒരു അഭിപ്രായമല്ല. പക്ഷെ ഞാൻ ഓർത്തു പോവാണ്, എന്നെപ്പോലത്തെ ഏതെങ്കിലും ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് അത് ചെയ്തിരുന്നെങ്കിൽ കേരളം ഒന്ന് ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടതാണ്. ആ രൂപത്തിലാണത് ജനം നോക്കിക്കാണുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ സത്യത്തോടുള്ള നമ്മുടെ ബന്ധം നാം എത്രത്തോളം അറ്റുപോയി എന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രതിയോഗി ഒരു പക്ഷേ ചരിത്രത്തിൽ മഹാനായി കാണപ്പെടുന്ന ഒരാൾ നമ്മുടെ ആദർശത്തിന് ഒരു പക്ഷേ എതിരായിരിക്കാം. എല്ലാവരും നമ്മുടെ ആദർശത്തിലായിരിക്കണം എന്നൊരു വാശിയൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാലും അയാളുടെ മഹത്വത്തെ നാം അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനത്തെ ഒരു മഹത്വം അയാൾക്ക് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക തന്നെ വേണ്ടതുണ്ട്. ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ രംഗപ്രവേശം, നെപ്പോളിയൻ ചെയ്തിട്ടുള്ള ചില കിരാതമായ കാര്യങ്ങൾ ചരിത്രം അതിൽ എത്രത്തോളം എരിവും പുളിയും ചേർത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ലെങ്കിലും അത് മുഴുവനും കൂടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നെപ്പോളിയന്റെ ചില പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ചില കയ്യേറ്റങ്ങൾ, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ധീരനായ ഒരു നേതാവ്, ഒരു രാഷ്ട്ര സംസ്ഥാപകൻ എന്ന നിലയിലും മധ്യകാലഘട്ടത്തിന് ശേഷം ലോകത്തിന് ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ അധ്വാനിച്ചിട്ടുള്ള ഒരു വീരയോദ്ധാവ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിലും അദ്ദേഹം ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള വലിയ സംഭാവനകളെ ഒരിക്കലും നമ്മൾ നിരാകരിക്കാൻ പാടില്ലാത്തതാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ അദ്ദേഹത്തിന്റെ മതമേത്, അദ്ദേഹത്തിന്റെ സംസ്കാരമേത്, സ്വഭാവമേത്, അതൊക്കെ വ്യത്യാസമുണ്ടാകാം.
പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളെ നമുക്ക് നിരാകരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നിരാകരിക്കുന്ന പക്ഷം അടിസ്ഥാനപര വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി നമ്മിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ പരിണിതി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സത്യമാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ആലോചിച്ചുപോയി, ഈ പരിപാടി വേണ്ടാന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ. കാരണം ഈ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യന് സഹിഷ്ണുത എന്നത് തീരെയില്ല. കേൾക്കാനുള്ള മഹാനായ ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വാക്കുകൾ, വല്ലാത്ത ചില വാക്കുകളെ നാം എപ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തന്റെ എതിരാളികളോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വല്ലാത്ത ഋഷിതുല്യമായ ഒരു വാക്കാണ്. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും ആ അഭിപ്രായം തുറന്നു പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കാളിയാകാൻ മുന്നിൽ ഞാൻ ഉണ്ടാകും എന്ന് ഒരിക്കൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായ ഒരു വാക്കാണ്. അതായത് നമ്മുടെ ഒരാൾ പറയുന്ന ഒരു അഭിപ്രായക്കേട് നമ്മുടെ രീതിയോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളത് സ്വീകരിക്കാൻ തികച്ചും തയ്യാറാകണം. അങ്ങനെയാവുമ്പോഴേ അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്തെന്നാൽ, നമുക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസത്തിൽ കുറവായിട്ട് പോലും നമ്മെക്കാൾ അവർ മഹാന്മാരായി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും എല്ലാ വിദ്യാഭ്യാസവും ശാസ്ത്ര സൗകര്യവും സാങ്കേതികത്വവും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ടവരായി അധപ്പതിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ വേണം ഈ ചരിത്ര വസ്തുതയെ കണ്ടെത്താൻ എന്ന് ഞാൻ വളരെ താഴ്മയായി നിങ്ങളോട് അറിയിക്കുകയാണ്. ഞാൻ ടിപ്പു സുൽത്താനെ പറ്റി കാണുന്നത് ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിലല്ല ഞാൻ ഇത് നിന്നും ഇന്നാളെയും ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഒരു മുസ്ലിം പാണ്ഡിത്യത്തിന്റെ ഖാദിം എന്ന ഒരു രൂപത്തിലല്ല, ഒരു മുസ്ലിം പണ്ഡിത വിദ്യാർത്ഥി എന്ന രൂപത്തിലല്ല ഞാനിത്, പകരം ഒരു കോമണായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇത് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ടിപ്പുവിനെ പോലെ ഒരാളെ ചരിത്രത്തിൽ അപൂർവമായ ഒരാളാണ് ടിപ്പു. അത്ഭുതമാണ് അദ്ദേഹം, ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ പിന്നെ ഏറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. വിദ്വാനി തന്നെ തന്റെ സൈഡ് ഓഫ് ടിപ്പു സുൽത്താന്റെ തുടക്കത്തിൽ പറയുന്നത്, ചരിത്രത്തിൽ അപൂർവമായ ആളുകൾ മാത്രമേ ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടാകൂ എന്നാണ്. കാരണം ഈ മനുഷ്യൻ 49ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ മരിച്ചുപോയിട്ടുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന ഏകദേശ ആളുകൾക്കൊക്കെ 40, 49 കഴിഞ്ഞ ആളുകളാണ് ഈ കൂടുതലുള്ളത്. 49ാമത്തെ വയസ്സിൽ ടിപ്പു സുൽത്താൻ മരിച്ചുപോയി. അത്രയുള്ളൂ, വയസ്സത്രയുള്ളൂ. എന്നാൽ ലോകത്ത് ഒരു ഇന്ത്യൻ ഒരു വിശിഷ്ട വ്യക്തിയെക്കുറിച്ച് ഗുണമായാലും ദോഷമായാലും ഇത്രയേറെ ലോകത്ത് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയ ഒരാൾ ടിപ്പുവിനെ പോലെ ഇല്ല. വിദ്വാനി തന്നെ അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തതിന്റെ ശതക്കണക്കിന് മടങ്ങാണ് വിദേശ രാജ്യത്തെ ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ മഹത്വത്തെ കണ്ടിട്ടുള്ളത് എന്നാണ്. അദ്ദേഹം ഒരു വല്ലാത്ത മനുഷ്യനാണ്. 49ാമത്തെ വയസ്സിൽ വീരമൃത്യു വരിച്ചു ടിപ്പു സുൽത്താൻ. ദേവനഹള്ളിയിലെ യുദ്ധകാലത്ത് ഹൈദരാലി ദേവനഹള്ളിയിൽ മൈസൂർ രാജാവിന് വേണ്ടി നടന്നിരുന്ന ഒരു യുദ്ധകാലഘട്ടത്തിൽ അന്ന് മൈസൂർ രാജാവിന്റെ കീഴിലുള്ള ഒരു സാധാരണ ഒരു കേണൽ മാത്രമാണ് ഹൈദരാലി. ഹൈദരാലിക്ക് വളരെ കുറഞ്ഞ ഒരു കാലാൾപ്പട്ടവും 200ഓളം വരുന്ന ഒരു ചെറിയ കാലാൾപ്പടയും ഒരു 50 കുതിരയും ആയിരുന്നു അന്ന് മൈസൂർ രാജാവ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അന്ന് ദേവനഹള്ളിയിൽ അദ്ദേഹം മൈസൂർ രാജാവിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് AD 1750 നവംബർ 20-ാം തീയതി ടിപ്പു സുൽത്താൻ ഭൂജാതനായി. ടിപ്പു സുൽത്താൻ പറയുമ്പോൾ സുൽത്താൻ എന്ന പേരിട്ടതിന്റെ പേരിൽ ഹൈദരാലിയെ തന്റെ കൂട്ടുകാർ കണക്കറ്റ് കളിയാക്കി. കാരണം
പിതാവ് ഹൈദരാലി പോലും സുൽത്താനല്ല, ഒരു സാധാരണ സോൾജിയർക്ക് മേലെയുള്ള ഒരു കേണൽ പദവി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ തന്റെ കുട്ടിക്ക് ടിപ്പു സുൽത്താൻ എന്ന് പേരിട്ടപ്പോൾ, പേര് തന്നെ അങ്ങനെ പിന്നീട് വന്ന അപരനാമമല്ല, പേര് തന്നെ ടിപ്പു സുൽത്താൻ എന്നാണ്. അങ്ങനെ പേരിട്ടപ്പോൾ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിന് ടിപ്പുവിന്റെ വാപ്പ ഹൈദരാലി പറഞ്ഞ ന്യായം, ടിപ്പു മസ്താൻ എന്ന പേരിൽ ഒരു മഹാൻ ഉണ്ടായിരുന്നു കർണാടകയിൽ. അദ്ദേഹത്തിന്റെ മക്ബറയിൽ ഫഖ്റുന്നിസ ബീഗം ദീർഘമായി സന്ദർശിക്കുക പതിവുണ്ടായിരുന്നു. കാരണം ഫഖ്റുന്നിസ ബീഗത്തെ കല്യാണം കഴിച്ചു ഹൈദരാലി. കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടും കുട്ടി ഉണ്ടായില്ല. ഒരഭിപ്രായം 10 വർഷം കാത്തിരുന്നിട്ടും കുട്ടി ഉണ്ടായില്ല എന്നാണ്. അങ്ങനെ ടിപ്പു മസ്താൻ എന്ന ഈ മഹാനായ ഈ വലിയന്റെ ഈ മക്ബറയിൽ സ്ഥിരമായി ഫഖ്റുന്നിസ ബീഗം പോയി വരുന്നത് പതിവുണ്ടായിരുന്നു അത്രേ. ഒരിക്കൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു മഹാസന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ഒരു സാധുവായ ഒരു ഫക്കീർ ആ മക്ബറയിൽ മഹദി സിയാറത്ത് നടത്തുമ്പോൾ അവിടെ നിന്നൊരു സാധുവായ ഫക്കീർ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇത്. നീ വന്നാ പോരാ, നിന്റെ മോനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹദി ചോദിച്ചു, എനിക്ക് മോനില്ലല്ലോ. അപ്പോൾ മോൻ ഉണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, പിന്നെ എന്തിനാ നീയും മക്കൾക്ക് വേണ്ടി ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നത്? യുദ്ധത്തിൽ പൊരുതി മരിക്കുന്ന മക്കളെ കിട്ടിയിട്ട് നിനക്ക് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെ പറയരുതേ എന്ന് ഫഖ്റുന്നിസ ബീഗം ഈ സാധുവായ ഫക്കീറിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, മൂത്ത മകൻ അങ്ങനെ ആവാതിരിക്കാൻ തരമില്ല, നിന്റെ മകൻ ഉന്നതനായ സുൽത്താനായി മാറും, വലിയ ചക്രവർത്തിയാകും എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. ഇതിനുശേഷം 9 മാസത്തിനുള്ളിൽ ഫഖ്റുന്നിസ ബീഗം പ്രസവിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ടിപ്പു മസ്താൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഓർമ്മക്ക് ടിപ്പു സുൽത്താൻ എന്ന് മഹാനായ ഹൈദരാലി നാമകരണം ചെയ്തു. ഹൈദരാലിയുടെ കുടുംബം അടിസ്ഥാനപരമായി അവർ ഇറാഖികളാണ്. ഇറാഖിൽ നിന്ന് അവർ അജ്മീറിൽ കുടിയേറി പാർത്തു. അജ്മീറിൽ നിന്ന് പിന്നീട് കർണാടകയിൽ വന്ന ഫതഹ് മുഹമ്മദ് എന്ന ആളുടെ മകനാണ് ഹൈദരാലി. ഫതഹ് മുഹമ്മദ് മൈസൂർ രാജാവിന്റെ കീഴിലുള്ള ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു, വിശ്വസ്തനുമായിരുന്നു, രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു പട്ടാളക്കാരനായിരുന്നു ഫതഹ് മുഹമ്മദ്. അതാണ് അതിന്റെ അനുസ്മരണത്തിലാണ് പിന്നീട് ഫതഹ് അലി ടിപ്പു സുൽത്താൻ എന്ന് പേരുണ്ട്. തന്റെ പിതാവിന്റെ ഓർമ്മക്ക് ഫതഹ് അലി എന്ന് കൂടുതൽ നാമകരണം ചെയ്തു. ഈ ഫതഹ് മുഹമ്മദിന്റെ കുടുംബം വളരെ സത്യസന്ധരായി ജീവിച്ചു പോന്ന നല്ല മനുഷ്യരാണ്. സദാചാരനിഷ്ഠ, നീതിബോധം, സംസ്കാര സമ്പന്നത ഒക്കെ. എനിക്ക് തോന്നുക ടിപ്പുവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു നിലക്ക് അപ്പുറത്തോ അത്ഭുതമാണ് ഹൈദരാലി. ഹൈദരാലിക്ക് അക്ഷരറിയില്ല. ഇന്ത്യ കണ്ട ഇന്ത്യയിൽ നിന്ന് ലോകം കണ്ടിട്ടുള്ള AD 1500 ശേഷം ഇന്ന് വരെ ഇന്ത്യയിൽ വന്നിട്ടുള്ള വലിയ മനുഷ്യരിൽ ഏറ്റവും പ്രതിഭാധനനായ ആളായിട്ട് ലോകം അംഗീകരിക്കുന്ന ആളാണ് ഹൈദരാലി. ഒരു വിവരം ഹൈദരാലിക്കില്ല. ഹൈദരാലിക്ക് ഗുരുകുല വിദ്യാഭ്യാസവും ഇല്ല. ഹൈദരാലിക്ക് ഒരക്ഷരവും എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. വലിയ ആളാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഈ ഫറോക്കിനോട് ടിപ്പുവിനൊരു ബന്ധമുണ്ട്. ടിപ്പുവൊക്കെ പിന്നല്ലേ, ഹൈദരാലിയാണ് മലബാറിനെ മലബാറാക്കിയത്. ഹൈദരാലിയാണ് മൈസൂരിനെ മൈസൂരാക്കിയത്. അതായത് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി പരസ്പരം മത്സരിച്ചും കിടമത്സരം ചെയ്തും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നിനൊന്ന് അസൂയപ്പെട്ട് നാട്ടുരാജാക്കന്മാർ പരസ്പരം കലഹിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം മാറ്റി ഇവിടെ സുശക്തമായ ഒരു കേരളം എന്നൊരു സംവിധാനത്തിന് അടിത്തറ പാകിയത് സത്യത്തിൽ ഹൈദരാലിയാണ്. ഒരു വിവരം ഹൈദരാലിക്കില്ല, ഒരു വിവരവും ഇല്ല. ഹൈദരാലിക്ക് അറബിയും അറിയില്ല, ഹൈദരാലിക്ക് കർണാടകയും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ല.
ഹൈദരാലിയാണ്. ഹൈദര വലിയ ആളാ. വലിയ ആളെന്ന് പറഞ്ഞാൽ കുശാഗ്ര ബുദ്ധിയാണ്. ഹൈദരാലിയുടെ ചരിത്രം അത്ര വലിയ ചരിത്രമാണ്. എല്ലാവരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ മലർത്തിയടിച്ചതിന്റെ സന്ദർഭം ചെറുതല്ല. അനവധി സന്ദർഭങ്ങളിൽ ഹൈദരാലി ചെന്നൈ പട്ടണത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ തുരത്തി ഓടിക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യാധിപനെ കൊണ്ട് തന്റെ മുന്നിൽ മുട്ടുകുത്തിച്ചു. എന്നിട്ട് അങ്ങനെ തന്നെ ഒരു ചിത്രകാരനെ വരുത്തിയിട്ട് മദ്രാസിലെ സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ചുമരിൽ ഈ ചിത്രം അങ്ങനെ തന്നെ ആലേഖനം ചെയ്തു. അതായത് ഇന്ത്യക്കാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ഒരു നിലക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ പിതാവ് ഹൈദരാലിയാണ്, ടിപ്പു അല്ല. ടിപ്പുവിന്റേത് എന്തെന്നാൽ ടിപ്പു എല്ലാവരും ഒരു കാർക്കശ്യക്കാരനായിട്ട് പറയും ടിപ്പുവിനെ. പക്ഷെ ടിപ്പുവിന് കാർക്കശ്യക്കാരനാകാതിരിക്കാൻ കഴിയില്ല. അതൊരു ജന്മസ്ഥിതിയാണ്. കാരണം എന്തുകൊണ്ട്? പ്രശ്നാധിഷ്ഠിതമല്ലാത്തൊരു ദിവസം ടിപ്പുവിന് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആ മനുഷ്യനെ ഇംഗ്ലീഷുകാരുമായി യുദ്ധം ചെയ്യാത്ത ഒരു സന്ദർഭം ടിപ്പുവിന് ഉണ്ടായിട്ടേ ഇല്ല. ഒന്നിരിക്കൽ ടിപ്പു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് നേരിട്ട് യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എല്ലാവിധ ഒത്താശം ചെയ്യുന്ന നാട്ടുരാജ്യത്തോട് യുദ്ധം ചെയ്യും. എന്തെങ്കിലും അടിസ്ഥാനപരമായ ബേസ് ഇംഗ്ലീഷുകാരോടുള്ള വിരോധമാണ്, മാതൃരാജ്യത്തോടുള്ള സ്നേഹം. സത്യമാണ്, ഇതിൽ യാതൊരു സംശയവും വേണ്ട. അതല്ലാത്തൊരു യുദ്ധം, അതല്ലാത്തൊരു ദിവസം ടിപ്പുവിന് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭാവികമായി അവരുടെ സ്വഭാവത്തിൽ കാർക്കശ്യഭാവം വരും എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു ചിരിക്കാനോ മറ്റോ കളിക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഈ കുട്ടിയെ ടിപ്പു മസ്താന്റെ ഓർമ്മക്ക് വേണ്ടി ഈ കുട്ടിയെ ഒരു മഹാനായ ഒരു മുസ്ലിം പുണ്യവാളനാക്കി, വലിയാക്കി, വലിയ ഒരു സാലിഹാക്കി, ഒരു ആലിമും സാഹിദും സൂഫിയും ഒക്കെയായി ഒരു ഫഖീറാക്കി ഉയർത്തണമെന്നായിരുന്നു ഫഖ്റുന്നിസയുടെ ആദ്യത്തെ ആഗ്രഹം. രാജാവായി ഫഖ്റുന്നിസ ഈ കുട്ടിയെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതിന് കാരണം ഇത് ടിപ്പു മസ്താന്റെ ഒരു നിന്റെ സിയാറത്ത് കൊണ്ട് കിട്ടിയ കുട്ടിയായതുകൊണ്ട് ഈ കുട്ടി ഒരു സൂഫിയായി വളരട്ടെ എന്ന് ആഗ്രഹിച്ചു. രാജഭരണം കൈയാളാൻ പിന്നീട് രാജാവ് വേണമല്ലോ എന്നായപ്പോൾ അതിന് രണ്ടാമത്തെ കുട്ടി കൂടി അവർക്ക് ലഭിച്ചു. ആ കുട്ടിയുടെ പേര് അബ്ദുൽ കരീം എന്നാണ്. ടിപ്പുവിന്റെ അനുജനുണ്ട് അബ്ദുൽ കരീം. പക്ഷെ ഈ കുട്ടി നല്ല സുമുഖനായിരുന്നു, സുന്ദരനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. പഠിക്കുക എന്നതാണ് കാര്യം. ശ്രദ്ധിക്കണേ, ടിപ്പു ഒരേ സമയത്ത് രാമായണവും ഖുർആനും കൊട്ടാരത്തിൽ ഇരുന്ന് പഠിച്ചതാണ്. ഒരേ സമയത്ത്. അങ്ങനത്തെ മനുഷ്യൻ മതഭ്രാന്തനാവുന്നത് എങ്ങനെയാ? അതിനുവേണ്ടി അക്കാലത്ത് തെന്നിന്ത്യയിൽ ഉള്ള ഏറ്റവും പ്രഗത്ഭരായ ഒരു മുസ്ലിം പണ്ഡിതനെയും ഒരു ഹൈന്ദവ പണ്ഡിതനെയും ഹൈദരാലി കൊട്ടാരത്തിൽ ശമ്പളം കൊടുത്തേൽപ്പിച്ച്. ഒന്ന് പണ്ഡിറ്റ് ഗോവർദ്ധൻ സ്വാമികളാണ്. അദ്ദേഹം അക്കാലത്ത് തെന്നിന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഋഷിതുല്യനായ ഒരു ഹൈന്ദവ വേദാന്തിയായിരുന്നു. രണ്ടാമത്തെ ആൾ മൗലവി ഉബൈദുള്ളയാണ്. മൗലവി ഉബൈദുള്ളയിൽ നിന്ന് ഖുർആനും ഇതിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 7 വർഷത്തോളം, ശ്രദ്ധിക്കണേ, 7 വർഷത്തോളം ടിപ്പു സുൽത്താൻ എന്ന ഈ കുട്ടിക്ക് ഖുർആനും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും, ഒരു ഭാഗത്ത് ഖുർആന്, ഹദീസ്, വ്യാകരണശാസ്ത്രം, ഭാഷാശാസ്ത്രങ്ങൾ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മൗലവി ഉബൈദുള്ള 7 വർഷത്തോളം വീട്ടിൽ താമസിച്ചു. ഒറ്റ ദിവസമാണ് രണ്ട് പഠനം ആരംഭിക്കുന്നത്. ഒരേ ദിവസം ഖുർആൻ എഴുത്തിനിരുത്തി, അതേസമയം രാമായണത്തിനും എഴുത്തിനിരുത്തി. ഒരേ ദിവസം രണ്ടും പഠിപ്പിക്കാം. കൊട്ടാരത്തിനിരുത്തി. ഒന്ന് പണ്ഡിറ്റ് ഗോവർദ്ധൻ സ്വാമികൾ. അക്കാലത്ത് തെന്നിന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഋഷിതുല്യനായ ഒരു പണ്ഡിറ്റായിരുന്നു അത്ര ഇദ്ദേഹം. അദ്ദേഹം അഗാധജ്ഞാനമുള്ള സ്വാമികളായിരുന്നു. അദ്ദേഹത്തിന് കേവലം ആരാധനാ താല്പര്യം അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങൾ, ഇതിൽ നിന്ന് മാത്രം മതം മതിയാവില്ല. ദൈവത്തിനുള്ള സമർപ്പണം എന്നാൽ സൃഷ്ടികൾക്ക് വേണ്ടിയുള്ള സമർപ്പണവും നീതിക്ക് വേണ്ടിയുള്ള സമർപ്പണവും ആയാൽ മാത്രമേ അത് ദൈവികമായ സമർപ്പണമായിരിക്കൂ എന്ന് പണ്ഡിറ്റ്
ഗോവർദ്ധൻ സ്വാമികളാണ് ടിപ്പു സുൽത്താനെ പഠിപ്പിച്ചത്. ഒരു നിലയ്ക്ക് ടിപ്പു സുൽത്താന്റെ സ്വഭാവ സംസ്കരണത്തിൽ ഗോവർദ്ധൻ സ്വാമികളുടെ സ്വാധീനം വളരെ വലുതാണ്. കാരണം മൗലവി ഉബൈദുള്ള ഒരു സാധുവായ മനുഷ്യനായിരുന്നു, വല്ലാതെ സംസാരിക്കൂല. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളാണ് ചെയ്യുന്നല്ലാതെ അദ്ദേഹത്തിന് ഖുർആനും ഹദീസും വ്യാകരണ ശാസ്ത്രവും ഒക്കെ മെല്ലെ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ കൂടുതൽ കുട്ടിയെ എപ്പോഴും കുട്ടിയുടെ കൂടെ നടന്ന് പഠിപ്പിക്കുക എന്ന ശൈലി മൗലവി ഉബൈദ് ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, മൗലവി ഉബൈദുള്ള ആരോഗ്യപരമായി വളരെ ക്ഷയിച്ചിട്ടുള്ള സാധുവായ ഒരു മനുഷ്യനായിരുന്നു. അതേ സമയത്ത് രസികനും എന്നാൽ ഋഷിതുല്യനായ പണ്ഡിറ്റും വലിയ ഒരു പ്രതിപാദനനായ സ്വാമികളും എല്ലാമായിരുന്നു പണ്ഡിറ്റ് ഗോവർദ്ധൻ സ്വാമികൾ. അദ്ദേഹവും കൊട്ടാരത്തിൽ താമസിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി ദിണ്ടിഗലിൽ വെച്ചാണ് 7 വർഷത്തോളം ഈ കുട്ടി അന്ന് മൈസൂർ രാജാവിന്റെ കീഴിൽ ഒന്നുകൂടി ഉയർന്ന ഒരു സ്ഥാനക്കയറ്റം ഹൈദരാലിക്ക് കിട്ടി. അന്ന് ഫൗജ്ദാർ എന്ന ദിണ്ടിക്കല് മധുര കൂടി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ കൈവശം വെക്കാൻ ഇന്നത് തമിഴ്നാട്ടിലാണ്, പഴയകാലത്ത് കർണാടകയുമായി ചേർക്കപ്പെട്ട ഭാഗങ്ങളാണ്. അവിടെ ഫൗജ്ദാർ എന്നൊരു സ്ഥാനം ദിണ്ടിക്കൽ മധുര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭരണം നടത്താൻ മൈസൂർ രാജാവിൽ നിന്ന് അധികാരം വാങ്ങി. ഈ കൂട്ടത്തിന്റെ ഒരു കാര്യം പറയട്ടെ, മൈസൂർ രാജാവ് എന്ന ഒരു പരിവേഷം ഒരിക്കലും ഹൈദരാലി ആണെങ്കിലും ടിപ്പു ആണെങ്കിലും നേരിട്ടെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഹൈദരാലി എന്നും രാഷ്ട്രസേവനം നടത്തിയ ഒരു ഭരണാധികാരി, ഒരു രാജാവിന്റെ സഹായി മാത്രമാണ്. സ്വയം രാജാവായി അവരോധിക്കാൻ കഴിഞ്ഞിട്ടും മൈസൂർ രാജാക്കന്മാരുടെ ഒരു സഹായി എന്ന നിലക്കാണ് ഏത് കാലഘട്ടത്തിലും ഹൈദരാലി പ്രവർത്തിച്ചിട്ടുള്ളത്. ഹൈദരാലി മൈസൂർ രാജാവിന്റെ ദിണ്ടിക്കലിലേക്കുള്ള ഫൗജ്ദാറായിരുന്നു. അവിടെ വെച്ചാണ് കോട്ടയിൽ ഇരുത്തി ഒരു മുസ്ലിം പണ്ഡിതനെയും ഒരു ഹൈന്ദവ പണ്ഡിതനെയും ഇരുത്തി ഈ കുട്ടിയെ മാത്രം രാവും പകലും ശ്രദ്ധിച്ചു പഠിപ്പിച്ചു. വളരെ വലിയ വേദാന്തിയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ചരിത്രം പഠിച്ചിടത്തോളം ഇന്ത്യ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും കൂടുതൽ ശേഖരമുള്ള ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. അദ്ദേഹത്തിന് അമൂല്യമായ 2000 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം സാധാരണ വായിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. എത്ര തിരക്കാണെങ്കിലും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെ ഒരു അധ്വാനിയില്ല, അദ്ദേഹത്തെ പോലെ ഒരു അധ്വാനി ഉണ്ടാവില്ല ചരിത്രത്തിൽ. വളരെ വലിയ ഒരു അധ്വാനിയാണ്. 5 മണിക്ക് മുമ്പ് എണീക്കും. 5 മണിക്ക് മുമ്പ് അദ്ദേഹം എണീറ്റ് രാത്രി 12 മണിക്ക് ഉറങ്ങുള്ളൂ. ഇതായിരുന്നു ടിപ്പു സുൽത്താന്റെ രീതി. ടിപ്പു സുൽത്താനെ കുറിച്ച് ഒരു ചരിത്രകാരൻ പറയുന്നത് അദ്ദേഹം ഒരു ഘടികാരമാണെന്നാണ്. ഒരു ഘടികാരത്തെ പോലെ അദ്ദേഹം പണിയെടുത്തു എന്നാണ്. അദ്ദേഹം ഒരു ഘടികാരം പോലെ പണിയെടുത്ത ഒരാളായിരുന്നു എന്ന് ഇവിടെ എല്ലാം ചരിത്രകാരന്മാരെ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദിവസം സുഭിക്ഷമായ ഇത് പി.കെ. ബാലകൃഷ്ണന്റെ ടിപ്പു സുൽത്താൻ എന്ന പ്രഗത്ഭമായ പുസ്തകമാണ്. DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞാനിത് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ മുസ്ലിം ചരിത്രകാരന്മാരെ തീരെ ഇതിൽ നോക്കി കാണുന്നില്ല. അവരതിനൊരു നിറക്കൂട്ട് നൽകിയിട്ടുണ്ടാകുമെന്ന് ഇനി ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാന് ഏകദേശം ഹൈന്ദവ സഹോദരങ്ങളായ ക്രൈസ്തവ സഹോദരങ്ങളായ പ്രഗത്ഭരായ ധാരാളം ചരിത്രകാരന്മാരുണ്ടായിട്ടുണ്ട്. അവരെ മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ ഇന്നും നാളെയുമായി ഇവിടെ ഉദ്ധരിക്കുക. ബാലകൃഷ്ണൻ, പി.കെ. ബാലകൃഷ്ണന്റെ ടിപ്പു സുൽത്താൻ എന്ന പുസ്തകം. ദിവസം സുഭിക്ഷമായ 3 ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് സുഖമായി നേരം കഴിക്കാം എന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ എന്നെ പോലെയുള്ളവർക്ക് ഒരിക്കലും അതിന് നിവൃത്തിയില്ല എന്ന് ടിപ്പു സുൽത്താൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു. അദ്ദേഹം വളരെ ജോലി ചെയ്തു. ടിപ്പുവിന്റെ കാര്യപ്രസക്തമായ അധ്വാന സ്വഭാവത്തെ പറ്റി യാതൊരു സംശയവുമില്ല എന്ന് കാലുഷ്യം മുഴുത്ത ശത്രുക്കൾ വരെ ഏകസ്വരത്തിൽ പറയേണ്ടി വരുന്ന വിധം അദ്ദേഹം ജോലി ചെയ്തു. മനുഷ്യരൂപത്തിലുള്ള ഒരു ഘടികാരമായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പുവിന്റെ പി.കെ. ബാലകൃഷ്ണനാണ് പറയുന്നത്. ടിപ്പുവിന്റെ കത്തിടപാടുകളുടെയും കുറിപ്പുകളുടെയും ബാഹുല്യം വിസ്മയജനകമാണ്. തന്റെ സർവീസിലെ സാമാന്യം ചുമതലപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും റിപ്പോർട്ടുകൾക്ക് മറുപടിയായും അല്ലാതെയും സുൽത്താൻ നേരിട്ട് മാത്രമായിരുന്നു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. ഭരണകേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ബാധ്യതകൾക്ക് പുറമെയാണിത്. തന്റെ മുമ്പിലുള്ള പ്രശ്നം ഒരു മൊത്തക്കച്ചവടക്കാരൻ്റെതാണെങ്കിൽ കൂടിയും സിവിലും മിലിറ്ററിയുമായ ഉദ്യോഗസ്ഥന്മാർക്ക്
വിശദ നിർദ്ദേശങ്ങൾ അദ്ദേഹം നേരിട്ട് എഴുതുമായിരുന്നു എന്ന് ബൗറിംഗ് സുൽത്താന്റെ കത്തിടപാടുകളിലൂടെ ജാഗ്രതയും ക്രമമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതിനുള്ള കൃത്യനിഷ്ഠയും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വല്ലാതെ അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. എപ്പോഴും കാര്യമായി അദ്ദേഹം അധ്വാനിക്കും. ഈ ഒരു ശീലം അദ്ദേഹത്തിന് കൂടുതൽ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് ലോക ഭാഷകളിൽ ഏകദേശ ഭാഷകളെല്ലാം വശമുണ്ടായിരുന്നു. മലയാളം, കർണാടക മലയാളം, അതേപോലെ തന്നെ ഹിന്ദി, മറാഠി, മനോഹരമായ അറബി, പേർഷ്യൻ ഭാഷകൾ, യൂറോപ്യൻ ഭാഷകൾ, ഇംഗ്ലീഷ്, ഇങ്ങനെ ലോകത്ത് നിലവിലുള്ള അനവധി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ടിപ്പു സുൽത്താൻ. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അദ്ദേഹം വല്ലാത്ത ഒരു പ്രധാന വല്ലാത്ത ഒരു പ്രതിഭയായിരുന്നു. അതായത് കേവലം ഒരു ക്രൂരനായ ഒരു യോദ്ധാവായിട്ടല്ല അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകരം അദ്ദേഹം ധിഷണയുള്ള മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. നിർബന്ധ സാഹചര്യത്തിൽ 15ാമത്തെ വയസ്സിൽ അപ്പോഴത്തിന് സത്യത്തിൽ ടിപ്പു സുൽത്താനെ ഒരു സൂഫിയായി വളർത്താനും അബ്ദുൽ കരീമിനെ രാജാവായി വാഴിക്കാനുമായിരുന്നു ഹൈദരാലി ഫഖറുന്നിസ ദമ്പതിമാർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അബ്ദുൽ കരീമിന് 10ാം വയസ്സിൽ ചുഴലി രോഗം ബാധിച്ചു, അപസ്മാരമുണ്ടായി. പിന്നെ ആ അപസ്മാരത്തിനൊരു പരിഹാരം ഉണ്ടായില്ല. ഒരുപാട് അന്ന് ഇന്ത്യയിലെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ മുഴുവനും അബ്ദുൽ കരീമിനെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ കരീമിന് രോഗം മാറിയില്ല. അബ്ദുൽ കരീം മരണം വരെ ഈ രോഗിയായിരുന്നു. അതുകൊണ്ട് 15ാമത്തെ വയസ്സിൽ തത്വശാസ്ത്രവും മതവും ധർമ്മവും ഉപനിഷത്തും മഹാഭാരതവും രാമായണവും ഖുർആനും ഹദീസും മറ്റുള്ള തർക്കശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള ഈ മഹാനായ പണ്ഡിതനായ ഈ ചെറുപ്പക്കാരനെ 15ാമത്തെ വയസ്സിൽ സൈന്യ വൃത്തിക്ക് വേണ്ടി തന്റെ കൂടെ നടന്ന് പഠിക്കാൻ വേണ്ടി കുടകിൽ നടന്ന ഒരു യുദ്ധത്തിലാണ് ആദ്യമായി ടിപ്പു സുൽത്താനെ കൊണ്ടുപോകുന്നത് പിതാവ് ഹൈദരാലി. നിർബന്ധ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഫഖറുന്നിസ കരഞ്ഞിട്ടുള്ള കരച്ചിലുകൾക്ക് കണക്കില്ല എന്നാണ്. കാരണം ഒരു സാത്വികനായ ജനങ്ങൾക്ക് ധർമ്മം പഠിപ്പിക്കുന്ന, നേരും നേരുകേടും പഠിപ്പിക്കുന്ന ഒരു സൂഫിയും ഒരു താപസനും ഒരു ഉസ്താദും ഒക്കെ ആയിട്ട് ഒരു പുണ്യപ്പെട്ട മനുഷ്യനായി വളർത്തണമെന്നായിരുന്നു ഫഖറുന്നിസയുടെയും ഹൈദരാലിയുടെയും ആദ്യത്തെ മോഹം. പക്ഷെ അത് നടന്നില്ല. 2ാമത്തെ മകന് അസുഖം ബാധിച്ചതുകൊണ്ട് 1ാമത്തെ മകനെ പിന്നെ സൈനിക വൃത്തിക്ക് ഉപയോഗപ്പെടുത്താൻ പിതാവ് നിർബന്ധിതനായ സാഹചര്യത്തിലാണ് ടിപ്പു യുദ്ധത്തിന് വരുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യം, ഒരു സാധാരണ രാജാവിനെ കാണുന്നത് പോലെ ടിപ്പുവിനെ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഒരു പ്രശ്നം സ്വാഭാവികമായും സംഭവിക്കും. ഞാൻ ഈ ചരിത്രത്തിൽ വന്നിട്ടുള്ള വക്രീകരണത്തിന്റെ ഒരു അടിസ്ഥാനം പറയാണ്. ടിപ്പുവിനെ നമ്മള് ഇവിടെ ചരിത്രകാരന്മാര് വലിയ മതഭ്രാന്തന്മാരായി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അതിന് അടിസ്ഥാനപരമായ കാരണം? കാരണം മറ്റൊന്നുമല്ല. ഒന്ന്, ടിപ്പു വലിയ സദാചാര ബോധമുള്ള ഒരാളായിരുന്നു. തന്റെ സദാചാരം അദ്ദേഹം തെന്നിന്ത്യയിൽ താൻ പിടിച്ചടക്കിയ പ്രദേശങ്ങളിലേക്ക് മുഴുവനും നിർബന്ധപൂർവം ഈ സദാചാരത്തിൽ തന്റെ പ്രജകൾ ഏർപ്പെടണമെന്ന വാശി ടിപ്പുവിനുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം ഒരിക്കലും അതിന് വഴങ്ങുന്നതായിരുന്നില്ല. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഒരു തീയ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണ് മാറുമറച്ചു എന്നതിന്റെ പേരിലാണ് കൊച്ചി രാജാവ്, സംസ്കാര സമ്പന്നൻ എന്ന് പറയപ്പെടുന്ന കൊച്ചി രാജാവ് ആ പെണ്ണിന്റെ മുല അരിഞ്ഞെടുത്തത്. അതേ സാഹചര്യത്തിലാണ് ഇവിടെ ടിപ്പുവിന്റെ പടയോട്ടം നടക്കുന്നത്. ശ്രദ്ധിക്കണം. ഒരു പെണ്ണിന് 10 ഭർത്താക്കന്മാരായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. ഒരു പെണ്ണിന് 10 ഭർത്താക്കന്മാരുണ്ടാവുക സ്വാഭാവികമായിരുന്നു. അതായത് ഏകദേശം മക്കൾ ജാരസന്താനായിരുന്നു. അതായത് ആരാണ് അച്ഛൻ എന്നോ ബാപ്പ എന്നോ അറിയൂല, ആരാണെന്ന് അറിയൂല, അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ പിതാവ് ആരാണെന്ന് അറിയൂല, അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. ചില സമൂഹങ്ങൾക്കിടയിൽ അത് വല്ലാതെ കൂടുതലുണ്ടായിരുന്നു. ഞാനത് വേർപെടുത്തി പറയുന്നില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം.
ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ ഭരണാധികാരിയും ഭരണീയരും തമ്മിൽ വല്ലാത്തൊരു വിടവുണ്ടാവും. ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്കത് സൂചിപ്പിക്കാം. പിതാവ് നല്ല മതഭക്തൻ, മകൻ ഒന്നിനും കൊള്ളരുതാത്ത അങ്ങാടി തെരഞ്ഞ് നടക്കുന്നവനും ഒരു വക്ത് നിസ്കരിക്കാത്തവന്, അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാത്ത ഒരു ഹിന്ദുവായ ചെറുപ്പക്കാരൻ, അച്ഛൻ നല്ല മതഭക്തൻ. അങ്ങനെ അവ സ്വാഭാവികമായും ഇവർക്കിടയിൽ ഒരു വിടവുണ്ടാവും. അച്ഛൻ പറയുന്ന ഏത് നിർബന്ധ കാര്യം അല്ലെങ്കിൽ ബാപ്പ പറയുന്ന ഏത് നിർബന്ധ കാര്യവും ഒരിക്കലും ഒരു അലോരസമായി മകൻ അനുഭവപ്പെടില്ല. മകന്റെ ദൃഷ്ടിയിൽ അച്ഛൻ തികച്ചും ക്രൂരനായിരിക്കും. ഈ കാഴ്ചപ്പാട് സത്യത്തിൽ ടിപ്പുവിനെ പറ്റി ഉണ്ടായിട്ടുണ്ട്. അതിൽ ആര് മുതലെടുക്കുകയും ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതലെടുക്കാൻ സാഹചര്യമുണ്ടായി. ടിപ്പു മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിൽ ശ്വാസം നേരെ വീണത്. അതിനുശേഷം ബ്രിട്ടീഷുകാരെ നിരാകരിക്കാവുന്ന ഒരാൾ പിന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. ഞാൻ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ല എന്നോ മറ്റോ അല്ല പറയുന്നത്. ഒരു രാജാവ്, സമൂലമായി പരിവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു രാജാവ്, രാജ്യത്തെക്കുറിച്ച് ആത്മാഭിമാന ബോധമുള്ള ഒരു രാജാവ്, വിദേശി ഒരിക്കലും ഞങ്ങളെ ഭരിക്കരുത് എന്നറിയുന്ന ഒരു രാജാവ്, അല്ലെങ്കിൽ വിദേശി ഭരിച്ചാൽ അതിന്റെ പ്രയാസം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രാജാവ് 1799 ശ്രീരംഗനാഥ ക്ഷേത്രത്തിന് നേരെ പരിസരത്തുള്ള തന്റെ കൊട്ടാരത്തിൽ മരിച്ചു ഉച്ചയ്ക്ക് ശേഷം മരണപ്പെട്ടു വീഴുന്ന മഹാനായ ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷം അല്ലാതെ ഒരു ശ്വാസം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നും അല്ല, അന്ന് സാക്ഷാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നാണ് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യ കോളനി വാഴ്ച ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് അത് സമ്പൂർണമായി ഇവിടുത്തെ പൂർണ്ണ അധികാരങ്ങളും ബ്രിട്ടനിലെ രാജാവിനായിരുന്നു. അവർക്ക് ശ്വാസം നേരെ വീഴുന്നത് ടിപ്പുവിന്റെ മരണത്തോടു കൂടിയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും എന്തുണ്ടാക്കും? രണ്ട് നിലക്ക് അവർ ഇതിനെ കണ്ടു. ഒന്ന്, ജനങ്ങൾക്കിടയിൽ ടിപ്പുവിനെ പറ്റി ഇല്ലാത്ത കഥകൾ അവർ പ്രചരിപ്പിച്ചു. പല ആളുകൾക്കാകട്ടെ, പല മതത്തിൽപ്പെട്ട ആളുകൾക്കും ടിപ്പുവിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഒരു നിലക്കും സഹിക്കാൻ പറ്റാത്ത ചില ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചില പി കെ ബാലകൃഷ്ണൻ തന്നെ പറയട്ടെ, എന്റെ ഞാൻ കണ്ടെത്തിയ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹത്തിന്റെ സദാചാരം, ടിപ്പു തികഞ്ഞ ഒരു സന്മാർഗിയായിരുന്നു. ശ്രദ്ധിക്കണം, പി കെ ബാലകൃഷ്ണൻ പറയുന്നു, പൊതുധാരണകളിൽ നിന്നെല്ലാം എത്രയോ അകന്ന ഒരു മൂർത്ത സന്മാർഗി. തന്റെ ജോലികളിലും ചുമതലകളിലും പാലിച്ചിരുന്ന കർക്കശമായ നിഷ്ഠകൾ സ്വന്തം ജീവിത സങ്കല്പത്തിലേക്ക് ടിപ്പു പകർത്തി. പൊതുധാരണ പോലെ ഇസ്ലാം മതത്തിന്റെ പിടിമുറുക്കമല്ല ടിപ്പുവിന്റെ സ്വഭാവത്തിലെ പിടിമുറുക്കം. ശ്രദ്ധിക്കണേ, ഇത് പി കെ ബാലകൃഷ്ണൻ പറയുന്നത് വളരെ ഗൗരവമായി ആലോചിക്കണം. ഒരു മുസ്ലിം മതപരിഷ്കരണവാദി എന്ന നിലക്കല്ല ടിപ്പുവിനെ കാണേണ്ടത്. പകരം ടിപ്പു ഒരു വല്ലാത്ത ഒരു സന്മാർഗ ബോധമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം സാധാരണയിൽ കവിഞ്ഞൊരു മതവിശ്വാസിയായിരുന്നു എന്നത് ശരിയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഔറംഗസീബ് പോലും ടിപ്പുവിന് താഴെയല്ലേ എന്ന് സംശയിക്കണം. പക്ഷേ മതപരമായ തന്റെ സന്മാർഗ നിഷ്ഠകളിൽ ടിപ്പു തനതായ ഒരു നിലവാരത്തിലേക്ക് സ്വയം മാറി നിൽക്കുന്നതായി കാണാം. കുടുംബം, ലൈംഗിക കാര്യങ്ങൾ, ദൈവവിശ്വാസം, ഇങ്ങനെ ഓരോന്നിലും ദൃശ്യമാണ് ആ പ്രത്യേകത. മക്കളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായുള്ള വിവരങ്ങൾ ഒഴിച്ചാൽ ടിപ്പുവിന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ഒരു ചരിത്രകാരനും ഒന്നും ശബ്ദിക്കുന്നേയില്ല. ആകെ ടിപ്പുവിനുള്ള ഒരു വിനോദം ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളൊക്കെ കൂടെ ഉണ്ടാകണം എന്നത് മാത്രമാണ്. ആകെ ടിപ്പുവിന്റെ ഒരു വിനോദമാണ് ഈ പറയുന്നത്. ഇന്ത്യ മുഴുവനും അടക്കി ഭരിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു രാജാവിന്റെ ആകെയുള്ള ഒരു ആസ്വാദനം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഭക്ഷണ നേരത്ത് കുട്ടികൾ കൂടെ ഉണ്ടാകണം എന്നത് മാത്രമാണ്. മക്കളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായുള്ള വിവരങ്ങൾ വെച്ചാൽ ടിപ്പുവിന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ഒരു ചരിത്രകാരൻ ഒന്നും ശബ്ദിക്കുന്നേയില്ല. ഹൈദറുടെ കാലത്ത് തന്റെ വെളുപ്പിന് മുതൽ പാതിരാ വരെ കൃത്യമായി നിജപ്പെടുത്തിയിരുന്ന സമയക്രമത്തിൽ അന്തപുരത്തിന് വേണ്ടി ഒരു നിമിഷം പോലും ടിപ്പു നീക്കിവെച്ചു കാണുന്നില്ല. കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം വായിക്കാണ്. കുതിരയെപ്പോലെ ആരോഗ്യമുള്ള ആ യുവാവിന്
49ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ ലൈംഗികമായ ഒരു അപഭ്രംശവും ഒരു സാമാന്യ ആസക്തി പോലും സംഭവിച്ചതായി ദൂഷ്യങ്ങൾ രേഖപ്പെടുത്താൻ ഭൂതക്കണ്ണാടിയുമായി ഉഴറി നടന്നവർ പോലും പറയുന്നില്ല. ഒരു മോശം. നിങ്ങൾ ചിന്തിക്കണം. നിറഞ്ഞ യുവാവായിട്ടാണ് മരിക്കുന്നത്. 49ാമത്തെ വയസ്സ്. അതിസുന്ദരികളുടെ കൊട്ടാരങ്ങൾ പിടിച്ചടക്കിയത് അനവധിയാണ്. ഒരു കൊട്ടാരം പിടിച്ചടക്കിയാൽ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാത്ത യുദ്ധങ്ങൾ ലോക ചരിത്രത്തിൽ അപൂർവമാണ്. എന്നാൽ ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടില്ല. ഒരു ചെറിയ ഒരു മോശപ്പെട്ട കാര്യം, ഒരു ലൈംഗിക ആസക്തി പോലും അദ്ദേഹത്തിൽ സംഭവിച്ചതായി ദൂഷ്യങ്ങൾ രേഖപ്പെടുത്താൻ ഭൂതക്കണ്ണാടിയുമായി ഉഴറി നടന്നവർ പോലും പറയുന്നില്ല. തന്റെ ഉമ്മക്ക് അദ്ദേഹത്തിന്റെ മേലിലുണ്ടായ അപാര സ്വാധീനം ഒഴിച്ചാൽ സ്ത്രീകളെ ടിപ്പു ഒരു തരത്തിലും തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ പരിഗണിച്ചിരുന്നില്ല. ടിപ്പു ഈ നിഗമനത്തെ ഉറപ്പിക്കുന്നതും വിഷയം മറ്റൊരു തരത്തിലേക്ക്, മഹാരാഷ്ട്ര യുദ്ധകാലത്ത് അവരുടെ ക്യാമ്പിൽ നിശാക്രമണം നടത്തിയപ്പോൾ, ഇതെല്ലാ ചരിത്രകാരന്മാരും ഉദ്ധരിക്കുന്ന വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മഹാരാഷ്ട്ര യുദ്ധകാലത്ത് അവരുടെ ക്യാമ്പിൽ നിശാക്രമണം നടത്തിയപ്പോൾ തടവുകാരായി പിടിക്കപ്പെട്ട പ്രഭുകുമാരികളുടെ കാര്യം. ആ പ്രഭുകുമാരികൾ അക്കാലത്ത് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും മുന്തിയ ഇനം മനുഷ്യ സ്ത്രൈണ സൗന്ദര്യ സങ്കല്പമുള്ള സ്ത്രീകളായിരുന്നു അത്രേ. അത്രയും മനോഹരം ചില മറാഠി സ്ത്രീകൾ. അതായത് മഹാരാഷ്ട്ര കൊട്ടാരത്തിൽ നിശാക്രമണം നടത്തുന്നുണ്ട്. ഒരിക്കൽ മഹാരാഷ്ട്രക്കാർ ഏത് കാലഘട്ടത്തിലും പല സന്ദർഭത്തിലും മൈസൂരിനെ ആക്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഇംഗ്ലീഷുകാരുമായി ചില പ്രത്യേകമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അമർച്ച ചെയ്യാൻ വേണ്ടിയും മൈസൂരിന് വേണ്ടി അവരെ ആക്രമിച്ചപ്പോൾ തിരിച്ച് അവരെ അടിയറവ് പറയിപ്പിക്കാൻ വേണ്ടി ഒരു സന്ദർഭത്തിൽ നിശാക്രമണം നടത്തുന്നുണ്ട് ടിപ്പു സുൽത്താൻ. അവിടെ വെച്ച് അതിസുന്ദരിമാരെ, ഒരു ചരിത്രകാരൻ ഒരു വിദ്വാനി എഴുതുന്നത് സ്വർഗത്തിലെ ഊറിമാർ എന്ന് പറയപ്പെടുന്ന അതിസുന്ദരിമാർ എന്ന് പറയപ്പെടാവുന്ന വിധത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭുകുമാരിമാരെ ടിപ്പുവിന്റെ മുന്നിൽ രാത്രി ഹാജരാക്കി. പട്ടാപ്പാതിര രാത്രിയായി പിടിക്കപ്പെട്ട പ്രഭുകുമാരിമാർ തന്റെ കൂടാരത്തിലെത്തിയ ഈ അപൂർവ സുന്ദരികളെ ആഭരണങ്ങളും വസ്ത്രവും സമ്മാനമായി കൊടുത്ത ശേഷം യുദ്ധം നിർത്താൻ ഭർത്താക്കന്മാരെ പ്രേരിപ്പിക്കണമെന്ന അപേക്ഷയോടെ തിരിച്ചയക്കുക മാത്രമാണ് ടിപ്പു സുൽത്താൻ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അഥവാ മറ്റൊരു താല്പര്യവും അദ്ദേഹത്തിന് ഒരു മോശപ്പെട്ട കാര്യത്തിന്റെ സദാചാരത്തിന്റെ പേരിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായക്കേട് രേഖപ്പെടുത്തുന്നേയില്ല ചരിത്രത്തിലെവിടെയും. അത്രയും വലിയ ഒരു സദാചാര ബോധമുള്ള ആളായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ. കർക്കശനായ ഒരു സന്മാർഗ സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. ലൈംഗിക കാര്യത്തിൽ മാത്രമല്ല സന്മാർഗം, ജീവിതത്തിന്റെ പല തുറകളെയും അത് ബാധിച്ചിരുന്നു. മനുഷ്യ ശരീരം നഗ്നമായി പ്രദർശിപ്പിക്കുന്നതിനെ ലിംഗഭേദമന്യേ ടിപ്പു വെറുത്തിരുന്നു. കുളിക്കുന്ന സമയത്ത് പോലും സ്വന്തം ശരീരം അറ്റത്തോടറ്റം തുണി കൊണ്ട് മൂടിയായിരുന്നു അത്രേ അദ്ദേഹം കുളിച്ചിരുന്നത്. കുളിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പുരുഷനല്ലേ, എന്നാൽ പോലും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനത്തെ അദ്ദേഹത്തിന് മാറുമറക്കാതെ നടക്കുന്ന കേരളീയ സംസ്കാരത്തെ എങ്ങനെ യോജിക്കാൻ കഴിയും? അപ്പോൾ പിന്നെ അതിന്റെ പേരിൽ സുഖം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, നാടുവാഴികൾ, ചില പ്രത്യേക വർഗക്കാർ, വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർത്തൽ ചെയ്തു എന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം പെൺകുട്ടികള്, നല്ല പെൺപിള്ളേര് മാറും മറക്കാതെ അവരെ മുന്നിലൂടെ നടക്കുമ്പോൾ അതിനാൽ അവർക്കുണ്ടാകുന്ന ചില സുഖങ്ങളും താല്പര്യങ്ങളും ഉണ്ടല്ലോ, അത് ടിപ്പുവായി നിരാകരിച്ചു. അപ്പോൾ ഒരിക്കലും അത് സഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരാണ് പിന്നീട് പിശാചിനെ കുറിച്ചുള്ള കഥകളെ പോലും വെല്ലുന്ന കഥകളാണ്, പ്രേത കഥകളെ പോലും വെല്ലുന്ന കഥകളാണ് പിന്നീട് അവര് ടിപ്പുവിനെ പറ്റി പ്രചരിപ്പിച്ചത്. ഇതെല്ലാം അപ്പടി ബ്രിട്ടീഷുകാർ പകർത്തി. എന്നും മാത്രമല്ല, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ടിപ്പു ജനമധ്യത്തിൽ ഫൽസിക്കപ്പെട്ടാൽ മാത്രമേ, ടിപ്പുവിനെ ജനം വെറുത്താൽ മാത്രമേ അവരുടെ ഉദ്ദേശം അവർക്ക് നടക്കുമായിരുന്നു. പെൺമക്കളെ ലജ്ജാബോധം,
അത്ര പ്രമുഖനായ അദ്ദേഹത്തിന്റെ ലജ്ജാബോധം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയിലും ഭദ്രതയിലും വലിയ വിശ്വാസക്കാരനായിരുന്നു സുൽത്താൻ. നല്ല വിവാഹ ബന്ധത്തിൽ സ്ത്രീ പുരുഷന്മാർ ജീവിക്കണമെന്ന അദ്ദേഹം വിലപ്പെട്ട ഒരു സന്മാർഗ തത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. പെൺമക്കളെ വിവാഹം കഴിക്കാൻ കാശില്ലാത്ത രക്ഷകർത്താക്കളെ മതജാതി വ്യത്യാസമില്ലാതെ തന്നെ സ്റ്റേറ്റിൽ നിന്നും സംഭാവന കൊടുത്ത് സഹായിക്കുമെന്നും വിളംബരപ്പെടുത്തുകയും അങ്ങനെ ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതെന്ന്. നിയമാനുസൃതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ടിപ്പുവിന് പരമവിരോധമായിരുന്നു. സാധിക്കാവുന്ന വിധത്തിലെല്ലാം അത് നിരോധിക്കാനും നോക്കിയിരുന്നു. മദ്യപാനം അദ്ദേഹം വെറുത്തിരുന്നു. തന്റെ രാജ്യാതിർത്തിയിൽ ഒരു തരത്തിലും മദ്യമുണ്ടാക്കാനും വിൽക്കാനും പാടില്ലെന്ന് അദ്ദേഹം നിയമം നടപ്പിലാക്കിയിരുന്നു. ഇന്ന് പോലും ഇപ്പോഴേ ഇവിടെ ഞാൻ പറയട്ടെ, രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്, ഞാൻ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതെന്താ, കാര്യമായി UDF എങ്ങനെ തകർന്നു, UDF തകരുമെന്നെ സാക്ഷാൽ മുഖ്യമന്ത്രി പോലും വിചാരിച്ചില്ല. ഞാൻ UDF ആയിട്ട് പറയല്ലട്ടാ, ഈ സന്ദർഭത്തിൽ ഞാൻ UDF അല്ല, LDF അല്ല, ഞാൻ ചരിത്ര വിദ്യാർത്ഥി മാത്രമാണ്. പക്ഷെ ഞങ്ങളോട് പറയട്ടെ, അന്ന് വോട്ട് ഉണ്ടെന്ന ദിവസത്തിൽ രാവിലെ പോലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് വൻ ഭൂരിപക്ഷത്തില് ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ്. പക്ഷെ പിന്നെ വന്നു നോക്കുമ്പോൾ എന്താ ഉണ്ടായത്? അതേക്കുറിച്ചുള്ള ഏറ്റവും പ്രഗത്ഭമായ വിലയിരുത്തൽ UDFന്റെ ഭരണകാലത്ത് വന്ന മദ്യനയം ജനങ്ങൾ നിരാകരിച്ചു. ഇത്രയേറെ വിദ്യാഭ്യാസം സംസ്കാരമുള്ള ഒരു കാലത്ത് മദ്യനയം ഭരണത്തെ അട്ടിമറിച്ചുവെങ്കിൽ 200 ചില്ലാനും കൊല്ലം മുമ്പ് ഒരു മദ്യനയം ഇവിടെ നടപ്പിലാക്കിയാൽ എന്താവും അവസ്ഥ? അദ്ദേഹത്തിന്റെ ഒരു വിളംബരം ഞാൻ നിങ്ങളെ മുന്നിൽ വായിച്ചു കേൾപ്പിക്കാം. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ടിപ്പു സുൽത്താന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ PK ബാലകൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം മലബാറിൽ വന്ന് മലബാറിലെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്. മലയാള രാജ്യം അടക്കിയെടുത്തിട്ട് ഇന്ന് വരെ 24 കൊല്ലമായി, അതായത് മൈസൂരിന്റെ ഭാഗമായിട്ട് 24 കൊല്ലമായി. നിങ്ങൾ ഷണ്ടന്മാരും അനുസരണയില്ലാത്തവരുമായി കാണുന്നു. അത് അങ്ങനെയാവട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ നടപടി ഒന്ന് മാറ്റണം. 24 കൊല്ലം കഴിഞ്ഞ് ബാപ്പ ഹൈദരാലി മലബാറിൽ പടയോട്ടം നടത്തി മലബാറിനെ മൈസൂരിന്റെ ഭാഗമാക്കിയിട്ട് 24 കൊല്ലമായി. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണിത്. ഇന്നും നിങ്ങളൊരു അനുസരണയില്ലാത്തവരാണ് മലബാറിലെ ജനങ്ങൾ. അത് അങ്ങനെ തന്നെ ആവട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ നടപടി ഒന്ന് മാറ്റണം. സ്വസ്ഥമായി വസിച്ച് ന്യായമായി അടക്കാനുള്ള നികുതി മുതലായത് നിങ്ങൾ അടച്ചു പോരണം. നിങ്ങളുടെ ഇടയിൽ ഒരു സ്ത്രീ 10 പുരുഷന്മാരോടുകൂടി സംസർഗം ചെയ്യുന്നതും നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ ഈ വിധം ദൂർത്തായി നടക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നതും പൂർവാചാരമായിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും വ്യഭിചാരത്തിൽ ജനിച്ചവരും സ്ത്രീ പുരുഷന്മാരുടെ സംസർഗ വിഷയത്തിൽ പാടത്ത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെക്കാൾ നിർലജ്ജന്മാരുമാണെന്ന് നാം മനസ്സിലാക്കുന്നു.
ഇപ്രകാരമുള്ള പാപകരമായ ദുരാചാരങ്ങളെ ത്യജിച്ച് സാധാരണ മനുഷ്യരെ പോലെ നടക്കാൻ ഇതിനാൽ നാം നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ, ഈ പ്രഖ്യാപനം ഇങ്ങനെ കൊച്ചി രാജാവിന്റെ രാജദർബാർ കൂടുന്ന നേരത്താണ് ആരോ രാജദർബാറിൽ വന്ന് പറയുന്നുണ്ട്. കൊച്ചി രാജാവിന്റെ രാജസന്നിധി കൂടുന്ന സമയത്ത് ടിപ്പുവിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ വായിച്ചു. കേരളത്തിൽ ഇനി എല്ലാവരും സദാചാരത്തിൽ നടക്കണം, ഒരു പെണ്ണ് 10 പുരുഷന്മാരെ പ്രാപിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ഒരാളുടെ ബാപ്പ ഏതാണ്, പിതാവ് ഏതാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ അവസ്ഥ മാറ്റണം. മേഞ്ഞു നടക്കുന്ന നാക്കാലികളെ പോലെ ആകാൻ പാടില്ല, മാറുമടക്കണം, ശരീരം പ്രദർശിപ്പിക്കാൻ പാടില്ല. ഈ നിയമങ്ങൾ കൊച്ചി രാജാവിന്റെ രാജസന്നിധിയിൽ വായിച്ചു. ആരോ ഇങ്ങനെ തിരുവിതാംകൂർ മലബാറിൽ വന്നപ്പോൾ ടിപ്പു സുൽത്താൻ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് രാജസഭ ഒന്നടങ്കം ഞെട്ടിപ്പോയി എന്നാണ് ചരിത്രം. രാജസഭ ഒന്നടങ്കം ഞെട്ടിപ്പോയി. എന്ത് കേട്ടപ്പോൾ? ഇനി മലബാറിലെ പെണ്ണുങ്ങൾ മാറി മറച്ച് നടക്കണമെന്ന് കേട്ടപ്പോൾ രാജസഭ ഞെട്ടിപ്പോയി. ഇനി മലബാറിലെ പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണിന് ഒരു ഭർത്താവേ ഉണ്ടാകാൻ പാടുള്ളൂ, 10 ഭർത്താവ് ഉണ്ടാകാൻ പാടില്ല എന്ന് ടിപ്പു സുൽത്താൻ കൽപ്പിച്ചു എന്ന് കേട്ടപ്പോൾ രാജസദസ് ഞെട്ടിപ്പോയി. PK ബാലകൃഷ്ണൻ തന്നെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ രാജസദസ്സിന്റെ മനസ്സെന്തായിരിക്കും? നാട്ടിലെ ഏറ്റവും വലിയ പ്രധാനികളാണല്ലോ രാജസദസ്സിൽ ഉണ്ടാവുക. ഇങ്ങനെ കഴിഞ്ഞു കൂടിയ ഒരു സമൂഹത്തെ അദ്ദേഹം സദാചാര മഹത്വത്തിലേക്ക് നയിച്ചു. ഒരു നിലക്ക് തുഗ്ലക്കിന്റെ പരിഷ്കാരം പോലെ ആയിട്ട് അത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു. തുഗ്ലക്കിന്റെ പരിഷ്കാരം പോലെ അല്ലത്. തുഗ്ലക്കാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നിന്ന് കൽക്കത്തയാകണം ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് ആദ്യം വാദിച്ച ആള് സാക്ഷാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. വളരെ നല്ലൊരു അഭിപ്രായമാണത്. എന്തുകൊണ്ട്? രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്താണ് കേന്ദ്രം ശ്രദ്ധിക്കേണ്ടത് എന്നത് വളരെ കൃത്യമായ ഒരു വർത്തമാനമാണ് ആ പറഞ്ഞത്. അതിലൊന്നും ഇപ്പോഴൊരു ബുദ്ധിപരമായ ഇടപെടൽ പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനാൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും ജനങ്ങൾ നാട് നീങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും പാലായനം ചെയ്യേണ്ടി വന്നതും അതിൽ പൊറുതിമുട്ടി ജനം അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭ്രാന്തമായ ഭരണപരിഷ്കാരങ്ങൾ എന്ന പേരിൽ പറയപ്പെട്ടു. ഇത് സത്യത്തിൽ ഭ്രാന്തമായ ഭരണപരിഷ്കാരമൊന്നും അല്ല, സദാചാരനിഷ്ഠമായ ഭരണപരിഷ്കാരം. പക്ഷേ ആ സദാചാരനിഷ്ഠമായ ഭരണപരിഷ്കാരം ഒരിക്കലും അന്ന് പാകപ്പെട്ട സാഹചര്യം മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ അനുഭവിക്കുന്ന അവർ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഇല്ലാത്ത പരദൂഷണം പറഞ്ഞു വരുത്തും. ആ പരദൂഷണമാണ് ഇന്ന് നമ്മുടെ അച്ചുകൂടങ്ങൾ അച്ചുനിരത്തി ഈ സാധുവായ മനുഷ്യനെ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നില്ല. രണ്ടാമതായി വേറെ ഒരു ദോഷം. എന്ത്? AD 1750 1800 കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായ കുരുമുളകിന്റെ ബിസിനസ് നടത്തിയ ഒരു കാലഘട്ടമാണ്. അന്ന് ഒരു കണ്ടി കുരുമുളകിന് കേരളത്തിൽ പൊതുമാർക്കറ്റിൽ വിറ്റാൽ 150 ഉറുപ്പികയാണ് വില. എന്നാൽ സാമൂതിരി, കൊച്ചി രാജാവ്, മാർത്താണ്ഡവർമ്മ തിരുമനസ്, രാമവർമ്മ തമ്പുരാൻ, ഈ അടക്കമുള്ള വെള്ളുവനാട്, കോലത്തനാട്, ഈ നാട്ടുരാജ്യങ്ങളിലെ മുഴുവനും രാജാക്കന്മാരെ ചിലപ്പോൾ പ്രേരിപ്പിച്ചും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വശപ്പെടുത്തി. അവരിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ അടിമത്വം വരിക്കുന്നതും അന്ന് നമ്മുടെ രാജാക്കന്മാരുടെ സ്ഥിതിയായിരുന്നു. ശ്രദ്ധിക്കണേ, മാർത്താണ്ഡവർമ്മ പോലും അതിൽ പെട്ടുപോയി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? പൊതുമാർക്കറ്റിൽ 150 ഉറുപ്പിക വിലയുള്ള ഒരു കണ്ടി കുരുമുളക് തന്റെ രാജ്യങ്ങളിൽ കുരുമുളക് ശേഖരിക്കേണ്ട കാലം വന്നാൽ രാജവിളംബരങ്ങൾ നടക്കും. കൊട്ടിഘോഷിച്ച് ഈ കമ്പനിയാണ് കുരുമുളക് എടുക്കാൻ രാജാവ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു കണ്ടിക്ക് 25 ഉറുപ്പികയായിട്ട് കണ്ടിക്ക് കൊടുക്കാൻ രാജ കൽപ്പനയുണ്ട് എന്ന് പറയും. അതുകൊണ്ട് സാധാരണക്കാരായ കർഷകർ പൊറുതിമുട്ടി. ഇതിൽ നിന്ന് ഒരു കാർഷിക നയം, കേരളത്തിൽ ഒരു കാർഷിക നയം കൊണ്ടുവന്നത് ഒരു DYFIയും അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ല, ആരുമല്ല. ആദ്യമായി ഇവിടെ ഒരു കാർഷിക പരിഷ്കരണം. കൃഷിഭൂമി, കൃഷിക്കാരൻ, കൃഷിക്കാരനാണ്, മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകനാണ് ബേസ്.
അതിനുവേണ്ടി അവന് സൗകര്യങ്ങൾ, അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വിളവിന് ഏറ്റവും നല്ല വില കൊടുക്കണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്, ആ നിയമം നടപ്പിലാക്കിയത് സാക്ഷാൽ ടിപ്പു സുൽത്താനാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കണ്ടി കുരുമുളക് അവർ ഒരു കടത്തും. ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 20 കിലോ കുരുമുളകിനാണ് ഒരു കണ്ടി എന്ന് പറയാൻ എന്റെ ഒരു ഓർമ്മ. അങ്ങനെയാണ്. ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ 20 കിലോ, 5 കണ്ടിയാണ് ഒരു കിൻഡല്. കണ്ടി വേറെ, കിൻഡൽ വേറെ. കണ്ടി എന്ന് പറഞ്ഞാൽ കിൻഡലും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കണ്ടി കുരുമുളകിന് 25 ഉറുപ്പികക്കാണ് മാർത്തവണ്ഡ തമ്പുരാന്റെ കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിക്കൊണ്ടുപോകുക. പൊതു മാർക്കറ്റിൽ അതേ സമയത്ത് 150 ഉറുപ്പിക വിലയുള്ള സാധനം. കർഷകർ പൊറുതിമുട്ടി. ഒരു കാർഷിക നയം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത്, മലബാറിൽ കാർഷിക നയം കൊണ്ടുവന്നത് സാക്ഷാൽ ടിപ്പു സുൽത്താൻ. അതിനിടയിൽ വേറെ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇടത്തട്ടുകാരായ ചില വർഗങ്ങൾ നിലനിന്നിരുന്നു. അവരെന്ത് ചെയ്യും? രാജാവിൻ്റെതാണ് ഭൂമി, അത് ഇടത്തട്ടുകാരായ ചില ആളുകൾ വാങ്ങും, എന്നിട്ട് താഴേക്കടയുള്ള കുടിയാന് കൊടുക്കും. ഈ മധ്യവർഗം ഒരു പണിയെടുക്കാതെ ഇതിൽ നിന്ന് ലാഭം നേടും. അതായത് പൊതുമാർക്കറ്റിൽ 150 രൂപ കിട്ടുന്ന ഈ കുരുമുളക് 25 രൂപക്ക് കൊടുക്കേണ്ടി വരും എന്നതിന് പുറമെ വളരെ വലിയ ഒരു ഭാരിച്ച ഒരു ജന്മിക്ക് ഇവർ കൊടുക്കേണ്ട ഒരു തുക വേറെയും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ആയിട്ട് സത്യത്തിൽ കർഷകർ വളരെ പൊറുതിമുട്ടിയിരുന്നു. കാർഷിക രംഗത്ത് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് മഹാനായ ടിപ്പു സുൽത്താനാണ്. അദ്ദേഹം കൃഷിയാണ് ഒരു സമൂഹത്തിന്റെ ബേസ് എന്ന് അദ്ദേഹം വിളംബരം ചെയ്തു. അതുകൊണ്ട് കൃഷിക്കാർക്ക് ദൈവഹിതത്തിന് ചേരാത്തതൊന്നും സ്വാഭിപ്രായ പ്രകാരം അദ്ദേഹം ചെയ്തിട്ടില്ല. പി കെ ബാലകൃഷ്ണൻ പറയുന്നു, ദൈവഹിതത്തിന് ചേരാത്തതൊന്നും സ്വാഭിപ്രായ പ്രകാരം അദ്ദേഹം ചെയ്തിട്ടില്ല. ദൈവഹിതം എന്നുള്ളൊരഭിനയമായിരുന്നില്ല, സജീവ വിശ്വാസം തന്നെയായിരുന്നു. പലർക്കും വിശ്വസിക്കാൻ വിഷമം തോന്നും. എല്ലാ പ്രജകളും ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടവരാണെന്നുള്ള ദൃഢവിശ്വാസക്കാരനായ ടിപ്പു തന്റെ രാജ്യത്തിലെ കൃഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി അതിനു മുമ്പും പിമ്പും ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയും ചെയ്തിട്ടില്ലാത്ത പോലെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പി കെ ബാലകൃഷ്ണൻ. അതിനു മുമ്പും പിമ്പും ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയും ചെയ്തിട്ടില്ലാത്ത വിധം കൃഷിക്കാർക്ക് സൗകര്യം കൊടുത്തത് ടിപ്പു സുൽത്താനാണ്. പി കെ ബാലകൃഷ്ണൻ പറയുന്നത്, വേറെയും ചരിത്രകാരന്മാർ അത് പറയുന്നുണ്ട്. ധനശാസ്ത്രത്തിന്റെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും തരിപോലും തീണ്ടാത്ത കാലം നേരിട്ട് കൃഷി ചെയ്യുന്നവന്റെ ഐശ്വര്യത്തിന് വേണ്ടി ടിപ്പു ചെലുത്തിയിരുന്ന ശ്രദ്ധയും നടപടികളും ആശ്ചര്യപൂർവ്വം പ്രശംസിക്കുന്നു. കൈകൊണ്ട് പ്രയത്നിക്കുന്നവരുടെ ഐശ്വര്യമാണ് രാജ്യത്തിന്റെ ഐശ്വര്യമെന്ന് കാണാൻ ടിപ്പുവിന് കണ്ണുണ്ടായിരുന്നു. വളരെ സംസ്കൃതമായ സമൂഹത്തിലെ ഭരണാധികാരികൾക്ക് കാണാൻ കഴിയാത്ത ഈ സത്യം മനസ്സിലാക്കിയ ടിപ്പു ഇടത്തട്ടുകാരിൽ നിന്നും ശരിയായ കൃഷിക്കാരെ രക്ഷിക്കുകയെന്ന ദുസ്സാധ്യകൃത്യം തന്റെ സ്ഥിരം ചുമതലയായി കണക്കാക്കിയിരുന്നു. അതായത് കൃഷിക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഇടത്തട്ടുകാര് അദ്ദേഹത്തിനെതിരായി. അതിൽ ചില മതവിദ്വേഷമായി ചില ആളുകൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ ഇടത്തട്ടുകാരായ പല ആളുകളും ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതൊരു മതവിരോധമായിട്ട് ചില ചരിത്രകാരന്മാര് എഴുന്നള്ളിച്ചു. പക്ഷെ അത് മതവിരോധമാകാൻ കാണാൻ കഴിയൂല. എന്തുകൊണ്ട്? ഇതേ സന്ദർഭത്തിൽ ഇവിടെ ചില ഇടത്തട്ടുകാരായ, അതായത് രാജാവിന്റെ നേരെ താഴെയുള്ള വിഭാഗം കൃഷിക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ ഇടത്തട്ടുകാർക്ക് ഒരു അവകാശവും ടിപ്പു സുൽത്താൻ വകവെച്ചു കൊടുത്തില്ല. ഭൂമി ആരുടേതാണോ അവർ കൃഷി ചെയ്യുക, അവർക്ക് മാന്യമായ വില കിട്ടുക, ഇതായിരുന്നു ടിപ്പു സുൽത്താന്റെ നയം. ഈ നയത്തിന് മഞ്ചേരി കുരുക്കന്മാർ എതിരായിരുന്നു. മഞ്ചേരി കുരുക്കന്മാർ പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ട് ടിപ്പുവിനെതിരെ. ഇവർ അന്നും ഇന്നും മുസ്ലിമീങ്ങളാണ്. നൂറ്റാണ്ടുകളോളം മഞ്ചേരിയുടെ പ്രധാനപ്പെട്ട ഭൂവിഭാഗം കൈവശപ്പെടുത്തിയ ഒരു കുടുംബമാണ് മഞ്ചേരി കുരുക്കന്മാരുടെ കുടുംബം. ഈ മഞ്ചേരി കുരുക്കന്മാർ ടിപ്പുവിനെതിരായിരുന്നു. എന്തുകൊണ്ട്? ഇവര് അക്കാലത്തെ മറ്റ് ചില സമുദായങ്ങളിൽപ്പെട്ട
ആളുകളെ പോലെ മുസ്ലിം സമുദായത്തിലെ ഒരു വരേണ്യവർഗമായിരുന്നു. അവർ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ കുരുക്കന്മാർക്ക് ഉണ്ടെന്നല്ല പറഞ്ഞത്, അന്ന് അങ്ങനെ രീതി ഉണ്ടായിരുന്നു. അതായത് ഇഷ്ടംപോലെ ഭൂമി അവരെ കൈവശം ഉണ്ടാവും, അവരോട് കൊടുക്കും, വലിയ പാട്ടം വാങ്ങും, എന്നാൽ സൗകര്യം ഒന്നോട്ട് ചെയ്തു കൊടുക്കൂല. അങ്ങനത്തെ രീതി മഞ്ചേരി കുരുക്കന്മാർക്കുള്ളത് കൊണ്ട് മഞ്ചേരി കുരുക്കന്മാരുടെ ഈ നടപടിയെ ടിപ്പു സുൽത്താൻ കർശനമായി എതിർക്കുകയും അവരുടെ അത്തരം ഭൂമികൾ പിടിച്ചെടുക്കുകയും സാധാരണക്കാരായ കർഷകർക്ക് നേരിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അനവധി കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ചേരി കുരുക്കന്മാര് ഇവിടുത്തെ വേറെ ചില വിഭാഗങ്ങളോട് കൂടെ ചേർന്ന് ടിപ്പു സുൽത്താനെതിരെ പടപ്പുറപ്പാട് നടത്തിയ ചരിത്രം കേരളത്തിൽ ആ കൂട്ടത്തിൽ കാണാം. അപ്പൊ ഒരിക്കലും അതൊരു മതഭ്രാന്തായി കണക്കാക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമതായി മതഭ്രാന്തൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ കോട്ടയും ഇന്ന് അദ്ദേഹത്തിന്റെ മക്ബറയും നിൽക്കുന്ന അദ്ദേഹം ഏകദേശം ആയുസ് ചെലവഴിച്ച ഭൂപ്രദേശം, അത് മൈസൂരിൽ നിന്ന് പോയാല് ശ്രീരംഗപട്ടണത്തിൽ സാധാരണ സന്ദർശിക്കുന്ന ആളുകൾ ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലം വരെ സ്ഥിരമായി ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ടിപ്പു സുൽത്താന്റെ അടുത്ത് പോയി ഒരു ഫാത്തിഹ ഓതി, അദ്ദേഹത്തിന്റെ ഫാത്തിഹ ഓടുന്ന പതിവ് പൊതുവെ എനിക്കുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം മഹാനായ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് അദ്ദേഹം വലിയ മഹാനാണെന്ന് പലപ്പോഴും പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് ഇവിടെയൊക്കെ പോകുമ്പോൾ സാധാരണ അവിടെ പോകുന്ന ആളുകൾക്കറിയാം, ആ കൊട്ടാര വളപ്പിൽ 3 ക്ഷേത്രങ്ങളുണ്ട്. ആ കൊട്ടാര വളപ്പിൽ 3 ക്ഷേത്രങ്ങളാണുള്ളത്. അതായത് ടിപ്പു സുൽത്താന്റെ കൊട്ടാരം നിൽക്കുന്ന ശ്രീരംഗപട്ടണത്തിന്റെ പട്ടണത്തിൽ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെല്ലാം കൊട്ടാര വളപ്പിനുള്ളിലാണ്. ഒരു പള്ളിയുണ്ട്, 3 ക്ഷേത്രമുണ്ട് ആ കൊട്ടാര വളപ്പിനുള്ളിൽ. ഇന്നും കൊട്ടാരത്തിൽ നിന്ന് മണിയടിച്ചാൽ പൂജാകർമ്മങ്ങൾ നടത്തിയാൽ ഏറ്റവും ആദ്യം കേൾക്കുന്നത് അവിടുത്തെ നമുക്ക് പറയാം, അത്രയും അടുത്താണ്. നമ്മൾ വളരെ മനസ്സിലാക്കണം, ഖുർആനും അതേ സമയത്ത് ഗീതയും രാമായണവും ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്നും ഒരു മഹാനായ ഹിന്ദു പണ്ഡിതനിൽ നിന്നും നേരിട്ട് പഠിച്ച ഒരു മനുഷ്യൻ അങ്ങനെ തന്റെ സ്വഭാവ സംസ്കരണത്തിൽ ഗോവർദ്ധൻ സ്വാമികൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ആയുസ് മുഴുവനും പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു മതഭ്രാന്തനായി ചിത്രീകരിക്കാൻ കഴിയില്ല. പിന്നെ എന്താ കാര്യം? അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കാൻ സമൂഹത്തിലെ സുഖലോലുപന്മാർ തയ്യാറായില്ല. അദ്ദേഹമാകട്ടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വളരെ വലിയ കാർക്കശ്യ മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബാക്കി മുഴുവനും അദ്ദേഹം വളരെ ലളിതമായ ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരിക്കലും കളറുള്ള വസ്ത്രം ധരിക്കൂല, എപ്പോഴും ശുഭ്രവസ്ത്രധാരിയായിരുന്നു. വലിയ മതഭക്തനായിരുന്നു, പടച്ചോനെ പേടിയുള്ള ആളായിരുന്നു. അദ്ദേഹം വെള്ളവസ്ത്രം മാത്രമാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പോലും അദ്ദേഹം ലാളിത്യം പുലർത്തിയിരുന്നു. നേരിയ ഭക്ഷണം കഴിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചരിത്രത്തിൽ നിന്ന് വായിച്ചാൽ ഒരു സുഖലോലുപതയും താല്പര്യവും ഒരു സദാചാര വിരുദ്ധമായ നടപടിയും ഒരു വൈകാരികതയും ഒന്നും ഒരിക്കലും അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ചെയ്തത് എന്തിനാ? അദ്ദേഹം ചെയ്തത് സമൂഹത്തിന് വേണ്ടി മാത്രമാണ്. സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാവണം, സമൂഹം തിരിച്ചറിയണം, യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം. അതിന് പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. എല്ലാവരും പറയും ടിപ്പു സുൽത്താന്റെ ടിപ്പു സുൽത്താൻ ആ നിലക്ക് അധികാരമേറ്റത്. ടിപ്പു സുൽത്താൻ അധികാരമേൽക്കുമ്പോൾ ബാപ്പ മരിച്ച് 4-ാം ദിവസമാണ് ടിപ്പു അധികാരമേൽക്കുന്നത്. ടിപ്പു അധികാരമേൽക്കുമ്പോൾ ടിപ്പുവിന് ഹൈദരാലി കൊടുത്ത ഒരു വസീയത്ത് വിളക്കൊടി രാജേന്ദ്രൻ തന്റെ ടിപ്പു സുൽത്താനെ പറ്റിയുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാപ്പാന്റെ ഒരു വസീയത്താണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രചോദനമാണ് ബാപ്പാന്റെ വസീയത്ത്. അദ്ദേഹം ബാപ്പ മരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഗൗരവമായ ഒരു രാഷ്ട്ര പ്രശ്നവുമായി ഇടപെട്ട് പുറത്താണ്. പിന്നെ അദ്ദേഹം ദൂരെ നിന്ന് ഓടിയെത്തുകയാണ്. 4-ാം ദിവസമാണ് അദ്ദേഹം ബാപ്പയുടെ അടുത്തെത്തുന്നത്. 3-ാം ദിവസം അടുത്തെത്തി. 4-ാം ദിവസമാണ് അദ്ദേഹം രാജാവായ കാര്യം വിളംബരം ചെയ്യുന്നത്. ഈ വിളംബരത്തിന് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി, കൈമാറാൻ വേണ്ടി മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്ന പൂർണ്ണയ്യ, തന്റെ വിശ്വസ്തനായ ഹൈദരാലിയുടെ സേവകനാണ് പൂർണ്ണയ്യ. ഈ പൂർണ്ണയെ വസിയത്ത് ഏൽപ്പിച്ചിട്ടാണ് ഹൈദരാലി മരിക്കുന്നത്. പൂർണ്ണയ്യ ഈ വസിയത്ത് നേരെ ടിപ്പുവിന് കൊടുത്തു. ആ വസിയത്ത് ഞാനിവിടെ വായിക്കാം. ഇത് വിളക്കൊടി രാജേന്ദ്രൻ
ടിപ്പുവിനെ പറ്റിയുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകനെ, ഞാൻ നിനക്ക് ഒരു സാമ്രാജ്യം ദാനം ചെയ്യുന്നു. എനിക്ക് കുലപൂർവികന്മാരിൽ നിന്ന് ലഭിച്ചതല്ല ഇത്. അനുക്രമമായി സമ്പാദിച്ചിട്ടുള്ള ഒരു ചെങ്കോലിന്റെ നില ക്ഷണികമാണ്. അതായത് ബാപ്പയായിട്ട് കിട്ടിയ ഒരു സാമ്രാജ്യത്തിന് അങ്ങനെയൊന്നും നിലനിൽപ്പുണ്ടാവില്ല. അതിന്റെ നില ക്ഷണികമായിരിക്കും. നിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കുടുംബത്തിൽ ആരുമില്ല. സേനാധിപതികളിലും നിനക്ക് പ്രതിയോഗികളില്ല. രാജ്യസ്ഥിതിയും അനുകൂലമാണ്. എന്നാലും നീ ദീർഘദൃഷ്ടിയോടെ ഇരിക്കണം. നിന്റെ വിജയത്തിന് പ്രധാന പ്രതിബന്ധം യൂറോപ്യന്മാരായിരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ നിന്നാണ് ഈ മനുഷ്യൻ അധികാരം തുടങ്ങുന്നത്. ഈ മനുഷ്യന്റെ അവസാന ദിവസം തന്നെയാണ്. ഈ മനുഷ്യൻ അധികാരത്തിൽ കയറിയത് എന്തിന്? ഈ മനുഷ്യൻ അധികാരത്തിൽ കയറിയത് ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാതെ സമരം ചെയ്യാനാണ്. ആരൊക്കെ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചോ അവരെ എല്ലാം പ്രത്യേകമായി അവരെല്ലാം ടിപ്പു നോട്ടമിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? രാജ്യം ഇന്ത്യക്കാരൻ്റെത് തന്നെയായിരിക്കണം. യൂറോപ്യൻ കശ്മല കണ്ണുകാരനാണ്. അവന് കശ്മലമായ താല്പര്യമേ ഉണ്ടാവുകയുള്ളൂ. അവന് നേരായ ചിന്ത ഉണ്ടാവില്ല, നേരായ താല്പര്യങ്ങളും ഉണ്ടാവില്ല എന്ന് ടിപ്പു മനസ്സിലാക്കിയിരുന്നു. ചിന്തിക്കുക, സേനാധിപതികളും നിനക്ക് പ്രതിയോഗികളില്ല. രാജ്യസ്ഥിതിയും അനുകൂലമാണ്. എന്നാലും നീ ദീർഘദൃഷ്ടിയോടെ ഇരിക്കണം. നിന്റെ വിജയത്തിന് പ്രധാന പ്രതിബന്ധം യൂറോപ്യന്മാരായിരിക്കും. ഇംഗ്ലീഷുകാർ ഇന്ന് ഇന്ത്യയിൽ സർവശക്തന്മാരാണ്. അവരെ പരാജയപ്പെടുത്തണം. യൂറോപ്യൻ രാഷ്ട്രങ്ങളെ തന്നെ പരസ്പരം ശത്രുക്കളാക്കി ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ നീ വിജയം നേടുക. എനിക്ക് കുറച്ചുകൂടി ആയുസ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ അല്പപ്രയത്നമേ നിനക്ക് വേണ്ടി വരുമായിരുന്നുള്ളൂ. നീ ധീരനാണെന്ന് എനിക്കറിയാം. നീ വിരോചിതം പൊരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ യശസ് നിനക്ക് വഴികാട്ടിയാവും. ധൈര്യവും പരാക്രമവും കൊണ്ട് ഒരു സിംഹാസനം നേടാം. രാജ്യപാലനത്തിന് അത് മാത്രം പോരാ, പ്രജകളുടെ സ്നേഹവിശ്വാസങ്ങൾ കൂടി നീ നേടാൻ മറക്കരുത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന വസിയത്തിലാണ് ടിപ്പു സുൽത്താൻ അധികാരം നേടുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കുക എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട്? അക്കാലത്ത് ഈ നിലക്ക് ചിന്തിച്ച് ഞാൻ ഇവിടെ ആലോചിച്ചു പോവാണ്. അക്കാലത്ത് ഇങ്ങനെ ചിന്തിച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ഒരു രണ്ടാളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഒരിക്കലും ഇന്ത്യക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ എന്തായിപ്പോയി? ടിപ്പുവിനെ പോലെ ചിന്തിക്കുന്ന ഒരാൾ ടിപ്പുവിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരാൾ. പക്ഷെ ചരിത്രത്തിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയൂല. ഒരു നിലക്കല്ലെങ്കിൽ അവർ ബ്രിട്ടീഷുകാരുടെ പ്രലോഭനത്തിനോ വഴിപ്പെട്ടിട്ടുണ്ട്. സാമൂതിരി രാജാവ് ബഹുമാന പുരസ്സരമല്ലാതെ ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ കാണുക തന്നെയില്ല. നിങ്ങൾ ചിന്തിക്കും. കൊച്ചി രാജാവിനെ എഴുത്തയക്കുന്നുണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് കൊച്ചി രാജാവിന് എഴുത്തയക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ. അത് കൊച്ചി രാജാവ് വായിക്കുന്നത് ഒരു ബ്രിട്ടീഷ് സേനാനായകന്റെ മുന്നിൽ വെച്ചാണ്. അതായത് സ്വതന്ത്രമായ ഒരു കത്ത് വായിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊച്ചി രാജാവിനില്ല. പിന്നെ എങ്ങനെ അവരൊന്നാവും? കൊച്ചി രാജാവിനെ അയക്കുന്ന കത്ത് ഈ കൂട്ടത്തിലുണ്ട്. തിരുവിതാംകൂർ രാജാവിന് രാമവർമ്മക്ക് അയക്കുന്ന കത്ത് ഇതേ പുസ്തകത്തിൽ വിളക്കുടി രാജേന്ദ്രൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി രാജാവിന് തിരുവിതാംകൂർ രാജാവായ രാമവർമ്മ തമ്പുരാനെ ടിപ്പു സുൽത്താൻ അയക്കുന്ന കത്ത്. താങ്കൾ ഒരു നല്ല മനുഷ്യനും സമർത്ഥനുമായ ഭരണാധികാരിയാണെന്ന് കൊച്ചി രാജാവ് പറഞ്ഞ് ഞാൻ അറിയുന്നു. എന്നോട് സ്നേഹത്തിൽ കഴിയാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് സഖ്യം ചെയ്യുന്നത് മൂലം ഉണ്ടാകാവുന്ന ഗുണങ്ങൾ ബുദ്ധിമാനും നയജ്ഞനുമായ താങ്കൾക്ക് ഊഹിക്കാമല്ലോ. ഈ എഴുത്തു കൊടുത്ത് എന്റെ പ്രതിനിധികളെ താങ്കളുടെ അടുത്തേക്ക് അയക്കുന്നു. ഇവരുടെ പക്കൽ ഞാൻ സമ്മാനമായി കൊടുത്തയക്കുന്ന രത്നങ്ങളും ഒരു കുതിരയും ഉടയാടകളും താങ്കൾ ദയവായി സ്വീകരിക്കുമല്ലോ. ശേഷം വസ്തുതകൾ ഇവർ പറയും. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നാം ഇന്ത്യൻ നാടുവാഴികൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയാൻ വേണ്ടി
തിരുവിതാംകൂർ രാമവർമ്മ തമ്പുരാന്റെ അടുത്തേക്ക് കത്ത് കൊടുത്തും പാരിതോഷികം കൊടുത്ത് അയക്കുന്നുണ്ട്. ഏകദേശം ചരിത്രകാരന്മാരെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. പി കെ ബാലകൃഷ്ണൻ ഈ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നത് ഇത് ബ്രിട്ടീഷ് സേനാ നായകനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ മധ്യത്തിലാണ് രാമവർമ്മ തമ്പുരാൻ വായിച്ചത്. പിന്നെങ്ങനെ അവർക്ക് ടിപ്പുവിനോട് യോജിക്കാൻ കഴിയും? കാരണം ഒരു നിലക്ക് പ്രലോഭനത്തിലോ അല്ലെങ്കിൽ പ്രകോപനത്തിലോ പെടാത്ത ഒരു രാജാവും അന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് സാമൂതിരിയെങ്കിലും. സാമൂതിരിയൊക്കെ ഈ തീരദേശങ്ങൾ തുടക്കം മുതലേ അവർക്ക് വിറ്റിട്ടുണ്ട്. എല്ലാവരും വിറ്റിട്ടുണ്ട്. അന്ന് എടുത്ത് പറയാവുന്ന ഒരാൾ, നാളെ ഞാൻ വീണ്ടും ഇവിടെ വരുമല്ലോ, ഒരാൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാം, ഇന്നാലിന്ന ഒരാള്. ഞാൻ മറാഠിയായ ശിവജിയെ പറ്റി പറയുന്നു. അദ്ദേഹം ഒരു ദേശഭക്തിയുള്ള ആളായിരുന്നു. പക്ഷെ ശിവജി വീണ്ടും 2 നൂറ്റാണ്ട് മുമ്പാണ്. ഞാൻ ഈ ടിപ്പുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മ വരും, മറാഠിക്കാര് ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെയാണ്. സത്യത്തിൽ ശിവജി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കും. ശിവജി സത്യത്തില് പിൽക്കാലഘട്ടക്കാർ പല ആളുകളും ഒരു ഹിന്ദു മത തീവ്രവാദി എന്ന് പറഞ്ഞ ആളാണ് ശിവജി. അത് അതിന്റെ വഴിക്ക് പോകട്ടെ, ഞാൻ ആ വഴിക്ക് സംസാരിക്കുന്നില്ല, എനിക്കത് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം അത് ഞാൻ ഈ പറഞ്ഞ ചരിത്രകാരന്മാർ പല പൊടിപ്പും തൊങ്ങലും വെക്കും, അതൊന്നും ഇവിടെ ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ദേശഭക്തിയുള്ള രാജാവാണ് ശിവജി. ശിവജിയെ പോലെ ഒരു രാജാവ് തെന്നിന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോ ബ്രിട്ടീഷുകാർക്ക് കെട്ടുകെട്ടേണ്ടി വരുമായിരുന്നു. പക്ഷെ ഒരു ഒറ്റ ആളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറയാം, ആരാ ഉണ്ടായത്? ഒരേ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്ന ആളായിരുന്നു സുശക്തനും അതിവീരനും ധീരനുമായി പിന്നീട് ചരിത്രം പറഞ്ഞ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഏറ്റവും സുശക്തനായ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തമ്പുരാൻ. ഈ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ഒരേ സമയത്ത് അദ്ദേഹം പ്രജക്ഷേമ തൽപരനായി കാണുമ്പോൾ തന്നെ അതേ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിമയാണ്. പിന്നെ ഒരാളെ ആ രംഗത്തേക്ക് എടുത്തു പറയാനില്ല. ഒരു രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ട് സാമൂതിരി രാജാക്കന്മാരെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുള്ളൂ. അവരൊരു വല്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടില്ല. ഇവരൊക്കെ നേരത്തെ തന്നെ അവരവരുടെ നാടുകളെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ടിപ്പിന്റെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പഴ പൊരുതാൻ അദ്ദേഹത്തെ പോലത്തെ ഒരാള് തെന്നിന്ത്യയിൽ ഇല്ല. ഒരേ സമയത്ത് നൈസാം അദ്ദേഹത്തെ ആക്രമിച്ചു. നൈസാമിനെ അതിനുവേണ്ടി തയ്യാറെടുപ്പിച്ചത് ആരാ? ബ്രിട്ടീഷുകാർ. അതേ സമയത്ത് മറാഠികളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളാണ്. ഇടയിൽ ഒരു വ്യത്യാസമുള്ളത്, അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് കോളനിയും തമ്മിൽ ഇന്ത്യയിൽ ചെറിയ ഒരു ശീതസമരം നിലനിൽക്കും. അത് ചില രംഗത്തെ ടിപ്പു സുൽത്താന് ഗുണമായിട്ടുണ്ട്. ചിന്തിക്കണം. മാഹിയൊക്കെ അവരാണ് കൈവശപ്പെടുത്തിയത്. ഫ്രഞ്ച് പോണ്ടിച്ചേരിയും മാഹിയും ഒക്കെ ഫ്രഞ്ചിന്റെ കീഴിലായിരുന്നു. ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും ഈ അവരുടെ കച്ചവട സംബന്ധമായ കാര്യത്തിൽ റഷ്യയും അമേരിക്കയും ഇപ്പോൾ ചെയ്യുന്നത് പോലെ അവരെ കച്ചവടത്തിന്റെ തോതിൽ അവർ ചില ശണ്ടകൾ ഉണ്ടാവും. ആ ശണ്ടകൾ ചിലപ്പോൾ അവർ പരസ്പരം പിരിയും, യുദ്ധം ചെയ്യും. ഈ യുദ്ധ സാഹചര്യങ്ങളെ ചിലപ്പോഴെല്ലാം ഈ ഫ്രഞ്ച് ബ്രിട്ടനെതിരായതുകൊണ്ട് ചിലപ്പോൾ ഫ്രഞ്ചുകാര് മെല്ലെ മെല്ലെ ടിപ്പു സുൽത്താനെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു സഹായം. മറ്റൊരു സഹായവും ടിപ്പു സുൽത്താൻ ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം മരണം വരെ പൊരുതിയിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ അനവധിയാണ്. അദ്ദേഹം ചെയ്ത ഭരണപരിഷ്കാരം, കേരളത്തിലെ ഏറ്റവും വലിയ റോഡുകൾ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ ഏറ്റവും വലിയ റോഡുകൾ, ഇന്ന് നമ്മൾ കാണുന്ന റോഡുകൾ, ഏകദേശ റോഡുകൾ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണ്. പി കെ ബാലകൃഷ്ണൻ പറയുന്നു, നിന്റെ വകയല്ല, നിന്റെ വകയെന്നാരും വിചാരിക്കണ്ട, നിന്റെ വകയല്ല. അവിശ്രാന്തം മാത്രമല്ല അശാന്തവുമായിരുന്നു ടിപ്പുവിന്റെ മനസ്സ്. എപ്പോഴും ഓരോന്ന് പുതിയത് ചെയ്തുകൊണ്ടിരിക്കാൻ അത് സദാ വിത്രസിച്ചു. അതിന്റെ ഫലമോ പുതിയ പട്ടണങ്ങൾ, പുതിയ റോഡുകൾ, പുതിയ ജലസേചന പദ്ധതികൾ തുടങ്ങിയവ മാത്രമല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലനാമങ്ങൾ, നാണയ രീതികൾ, ഭരണവകുപ്പ് പുനഃസംവിധാനങ്ങൾ, പ്രവിശ്യ സംവിധാനങ്ങൾ തുടങ്ങി അനവധി കാര്യങ്ങൾ ടിപ്പു നേരിട്ട് ചെയ്തതാണ്. ഇന്ത്യയിലെ 2 റുപ്പിക നാണയം, ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ 2ന്റെ നാണയം ഉണ്ടാക്കിയത് ടിപ്പുവാണ് എന്നാണ് ചരിത്രം. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ ഉണ്ടാക്കിയത് ടിപ്പുവാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഏറ്റവും പ്രധാനപ്പെട്ട
റോഡുകൾ, ഭരണപരിഷ്കാരങ്ങൾ, ഏറ്റവും മനോഹരമായ ഉദ്യാനങ്ങൾ. അദ്ദേഹം ഒരു വല്ലാത്ത സൗന്ദര്യബോധമുള്ള ഒരാളായിരുന്നു. ഭയങ്കര സൗന്ദര്യബോധമാണ്. അതാ ആ ശ്രീരംഗപട്ടണത്തിൽ ചെന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വല്ലാത്തൊരു ക്വയറ്റാണ്, വല്ലാത്ത ഒരു സാഹചര്യമാണ്. നാടിന് തന്നെ മാറിയല്ലോ. അദ്ദേഹം നാടിന്റെ പേര് തന്നെ മാറി. മറക്കാത്ത പെണ്ണുങ്ങൾക്ക് വസ്ത്രം കൊടുക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം കുതിരവണ്ടിയിൽ വസ്ത്രം കൊണ്ടുവന്നു. തൃശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് വെച്ച് ആയിരക്കണക്കായ പെണ്ണുങ്ങൾക്ക് മറക്കാൻ വസ്ത്രം കൊടുത്തു. ആ സ്ഥലം ഇന്നും ചേലക്കര എന്ന പേരിൽ അനുഭവം അറിയപ്പെടുന്നു. തൃശ്ശൂരിൽ ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ, പേര് ചേലക്കര. അവർ കുളം കൂട്ടിയിട്ടുണ്ട്. ഏകദേശം കുളങ്ങളൊക്കെ ഉണ്ടാക്കിയത് ടിപ്പു സുൽത്താൻ. എന്തിന്? മാനാഞ്ചിറക്കുളം ടിപ്പു കുഴിപ്പിച്ചതാണ്. മാനാഞ്ചിറക്കുളം ടിപ്പു കുഴിപ്പിച്ചതാണ്. മാനാഞ്ചിറക്കുളം ടിപ്പു കുഴിപ്പിച്ചതാണ്. ടിപ്പുവിന്റെ ഉസ്താദാണ് സെയ്ദ് ജിഫ്രി. ഇടക്കിടയിൽ വരും. സെയ്ദ് ജിഫ്രി വലിയ ആളായിരുന്നു, വലിയ മഹാനായിരുന്നു. ഒരിക്കൽ ചെറിയ പാത്രത്തിൽ ചോറുണ്ടാക്കും. കുറഞ്ഞ ആളുകൾ ജിഫ്രിയുടെ വീട്ടിൽ കൂടും. എന്തെങ്കിലും വല്ല ദിക്റിനോ മറ്റോ ഒക്കെ കൂടും. അപ്പോൾ ചിലപ്പോൾ രാത്രി വന്നിട്ട് ദിക്റോ മറ്റോ നടക്കുന്നതിനിടയിൽ സെയ്ദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ട് ഒരു പിടി അരി കൂടെ വാങ്ങിയിട്ട് വീണ്ടും ചോറിലേക്ക് ഇടും. അപ്പോൾ ചോദിച്ചാൽ പറയും, പിന്നെ സുൽത്താൻ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് ടിപ്പു സുൽത്താൻ എത്തും, പട്ടാളോ. എന്നിട്ട് തവി കൊട്ടരുതെന്ന് പറയും. തവി പാത്രത്തിൽ കൊട്ടരുതെന്ന് പറയും. ഇങ്ങനെ വിളമ്പി കൊടുക്കും. ആയിരക്കണക്കായ പട്ടാളക്കാർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കും. ചെറിയ ഒരു രണ്ടടങ്ങായി നാലടങ്ങായൊക്കെ വെക്കുന്ന പാത്രത്തിൽ ആയിരക്കണക്കായ പട്ടാളക്കാർക്ക് ചോറ് വിളമ്പി കൊടുക്കും സെയ്ദ് ജിഫ്രി. അന്ന് സ്ഥിരമായി ആ കാലത്താണ് നിങ്ങളെ ഈ ഫാറൂഖൊക്കെ ഈ ഫാറൂഖിന്റെ നാമകരണമൊക്കെ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി അനവധി സൈന്യത്തെ പറഞ്ഞയച്ചു. ആ സൈന്യത്തിന്റെ, ടിപ്പുവിന്റെ സൈന്യത്തിന്റെ അശ്രാന്ത പരിശ്രമവും അധ്വാനവും. അത് കഴിഞ്ഞപ്പോൾ സെയ്ദ് ജിഫ്രി പറഞ്ഞു, കുളമായി, ഇനി കോഴിക്കോട്ടുകാർക്ക് ഇവിടെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തൊക്കെ നാശം, എന്തൊക്കെ വെള്ളം വറ്റി, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും മാനാഞ്ചിറ കുളത്തിന് ഇന്നും കുഴപ്പമില്ല. അതിന്റെ ഉപജ്ഞാതാവ് അത് നിർമ്മിച്ചത് ഏകദേശം എല്ലാ സ്ഥലത്തും ടിപ്പു ഉണ്ടോ കുളം ഉണ്ടാവും. ടിപ്പു ഒരു നാട്ടിലുണ്ടെങ്കിൽ കുളം ഉണ്ടാവും. കൃഷിക്കാർക്ക് ജലസേചന സൗകര്യങ്ങൾ, ഇതൊക്കെ ചെയ്തത് ടിപ്പുവാണ്. അതായത് പ്രജാക്ഷേമ താല്പര്യം എന്നതിനപ്പുറം യാതൊരു ഉദ്ദേശവും ആ മനുഷ്യനുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി മാത്രം അദ്ദേഹം അധ്വാനിച്ചു. ആ ബാപ്പാന്റെ ഒരു താല്പര്യമില്ല, തികഞ്ഞ സദാചാര ബോധം. ബാപ്പാന്റെ കൂടെ യുദ്ധം ചെയ്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ ബാപ്പ കൂർഗിലെ രാജാവിന്റെ ഭാര്യയും പെൺകുട്ടികളും അടക്കമുള്ള ആളുകളുടെ ഭാഗത്തേക്ക് ടിപ്പു ചെന്നു. ഇവർക്കാകെ പേടിയായി. അപ്പോൾ ടിപ്പു പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ഹൈദരാലിയുടെ പ്രധാന സൈന്യാധിപൻ വന്നു. സൈന്യല്ലേ, സൈന്യത്തിന് യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെണ്ണുങ്ങളെ അവരുപയോഗിക്കാന്നുള്ളതാണ് അവരുടെ ഏത് കാലത്തുള്ള രീതി. സൈന്യം വന്നു. സൈന്യാധിപൻ, ഏറ്റവും വലിയ സൈന്യാധിപൻ രാജാവിന്റെ പെൺമക്കളുടെ നേർക്ക് വന്നപ്പോൾ ഒരു വട്ടം ടിപ്പു പറഞ്ഞു. അന്ന് ടിപ്പുവിന് 15 വയസ്സാണ്. പെണ്ണുങ്ങളെ വാർത്താക്കാൻ പോകരുതെന്ന് പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു. അയാളത് ചെവിക്കൊണ്ടില്ല. കാരണം ഇയാൾ സൈന്യാധിപനാണ്, ഹൈദരാലിയുടെ സൈന്യാധിപനാണ് ഇയാൾ. ടിപ്പു ആകട്ടെ ചെറിയ കുട്ടിയാണ്, യുദ്ധം കാണാൻ വേണ്ടി വന്നതാണ്, 15 വയസ്സാണ്. 3ാമത്തെ വട്ടം പറഞ്ഞു. അയാളത് കേട്ടില്ല. അയാൾ പെണ്ണുങ്ങളുള്ള ഭാഗത്തേക്ക് പോയിട്ട് കൂർഗിലെ രാജാവിന്റെ മോളെ കയ്യിലേക്ക് കടന്നു പിടിക്കുന്നതോടുകൂടെ നെറ്റിക്ക് ഒന്നാട് കൊടുത്തു. അപ്പോൾ വെടിവെച്ചു, അവിടെ വീണു. രാജാവിന്റെ പ്രധാന സൈന്യാധിപൻ, ആരുടെ? ഹൈദരാലിയുടെ മൈസൂരിലെ പ്രധാന സൈന്യാധിപൻ ഹൈദരാലിയുടെ 15 വയസ്സുള്ള ടിപ്പുവിന്റെ മുന്നിൽ വെടിയേറ്റ് മരിച്ചു. എന്തിന്? കൂർഗിലെ രാജാവിന്റെ, പരാജിതനായ രാജാവിന്റെ ബാലകൃഷ്ണൻ അത്ഭുതത്തോടെ പറയുന്നുണ്ട് ഈ സംഭവം. കിദ്വാനി പറയുന്നുണ്ട് ഈ സംഭവം. ഇവരൊക്കെ ഹൈന്ദവ ചരിത്രകാരന്മാരാണ്. പക്ഷെ വസ്തുതയെ പലപ്പോഴും നേരിട്ട് യഥാർത്ഥത്തിൽ നോക്കിക്കണ്ടിട്ടുണ്ട്. തന്റെ ബാപ്പാടെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപന് 15 വയസ്സുള്ള സമയത്ത് കൂർഗിലെ രാജാവിന്റെ മകളെ, അതും പരാജിതനായ രാജാവിന്റെ മകളെ കടന്നു പിടിച്ചതിന്റെ പേരിൽ അപ്പോൾ വെടിവെച്ചു, നെറ്റിക്ക് വെടിവെച്ചു. ബാപ്പയും സൈന്യവും വരുമ്പോൾ പ്രധാന സൈന്യാധിപൻ മരിച്ചേർക്കുക. എന്തേ കാരണം? രാജാവിന്റെ മകൾ. രാജാവിന് ഹൈദരാലി ഈ സംഭവത്തിൽ ഹൈദരാലിയോട് അപേക്ഷിച്ചു,
ടിപ്പു സുൽത്താൻ ഇദ്ദേഹം ധീരനായ ഒരു യോദ്ധാവാണ്. അദ്ദേഹത്തിന് രാജ്യം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കും. 15 വയസ്സിൽ മകൻ ആദ്യമായി യുദ്ധത്തിൽ വന്ന ഒരു അപേക്ഷ പറഞ്ഞപ്പോൾ ബാപ്പ എതിർപ്പൊന്നും പറഞ്ഞില്ല. ദിവസങ്ങളായി അധ്വാനിച്ച് നേടിയ നാട്, പിടിച്ചടക്കിയ നാട് കൂർഗിലെ രാജാവിന് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ രാജാവ് ഓടി വന്നിട്ട് സാഷ്ടാംഗം ചെയ്തു ടിപ്പുവിന്റെ മുന്നിൽ. 15 വയസ്സുകാരനായ ടിപ്പുവിന്റെ മുന്നിൽ കൂർഗിലെ രാജാവ് സാഷ്ടാംഗം ചെയ്തു. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ രാജാവ് പറഞ്ഞ്, നിങ്ങളെ പിതാവിന്റെ മുന്നിലാണ് ഞാൻ സാഷ്ടാംഗം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ബലവാനായ ഒരു സർവ്വരാജ്യത്തിന്റെ ഒരു ചക്രവർത്തിയുടെ മുന്നിലാണ് എന്ന് ധരിക്കപ്പെടും. ഞാൻ അതിനു വേണ്ടിയല്ല. ഞാനൊരു ഭയത്തോടുകൂടെയോ പരാജയപ്പെട്ടിട്ടും ഒരു ശത്രു സൈന്യത്തിലെ സൈന്യാധിപനെയോ മഹാചക്രവർത്തിയെയോ നമിക്കുന്ന രീതി എനിക്കില്ല. പക്ഷെ ഞാൻ എന്റെ കുഞ്ഞുമോനെ നമിക്കുന്നത് എന്റെ കുഞ്ഞുമോനിൽ ഞാൻ കണ്ടിട്ടുള്ള അനിതസാധാരണമായ കഴിവുകൊണ്ടും നീ എന്റെ മോനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കുതിച്ചുപോയത് കൊണ്ടുമാണ് എന്ന് പറയാണ്. ആര്? കൂർഗിലെ രാജാവ്, ഹിന്ദുവായ രാജാവ്. ആദ്യത്തെ സംഭവമാണ്. എന്നാണോ നോക്കിക്കാണാൻ വേണ്ടി, യുദ്ധം കാണാൻ വേണ്ടി വന്നത്, അന്നാണ് സൈന്യാധിപനെ വധിച്ചത്. എന്തിന്? രാജാവിന്റെ പരാജിതനായ രാജാവിന്റെ മകളെ കടന്നു പിടിച്ചതിന്റെ പേര്. ആ മനുഷ്യൻ ഇവിടെ വന്നാൽ ഇവിടത്തെ കുതിരവിടൽ സമ്മതിക്കുവോ? സ്വാഭാവികല്ലേ അത്? ഇത് രണ്ടിനും അന്നത്തെ ഇവിടുത്തെ നമ്മുടെ ജന്മിത്ത നാടുവാഴ് വ്യവസ്ഥയും പെണ്ണുങ്ങൾക്കെതിരായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം സദാചാരം എന്നൊരു പരിപാടി അവർക്കില്ലെന്ന്. അപ്പൊ അവരെ സംബന്ധിച്ച് രണ്ടും നടക്കും. ടിപ്പുവിന്റെ നടക്കില്ല. ടിപ്പു സദാചാര നിഷ്ഠയുള്ള രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും അത് നിഴലിച്ചിരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി പഠനം നടത്തേണ്ട ഒരാളാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ ഹൃദയസ്പൃക്കായ ചില ജീവിത വീക്ഷണങ്ങളും കാര്യങ്ങളും നാളത്തെ പ്രഭാഷണത്തിൽ അവതരിപ്പിക്കും എന്ന് ഞാൻ നീട്ടി നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഞാൻ വളരെ സൂക്ഷിച്ചും വളരെ ആശങ്കപ്പെട്ടുമാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് എന്നും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ എന്റെ മനസ്സ് ഇതിന്റെ പേരിൽ ഒരു അഭിപ്രായക്കേട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നേര് കണ്ടുപിടിക്കേണ്ട ബാധ്യത എല്ലാ ആളുകൾക്കുമുണ്ട്. രാജ്യത്തിന് വേണ്ടി ഇന്ന് ഇതൊക്കെ ഈ രാജ്യത്തെ അടിമപ്പെടുത്തി വാസ്കോഡി ഗാമക്ക് നമ്മൾ സ്മാരകം തീർത്തിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കാണ്. കാപ്പാട് ഏറ്റവും പ്രധാനമായ ഒരു സ്മാരകം നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് അത് പണിതെടുത്ത്? വാസ്കോഡി ഗാമ. എന്തിനാ പറങ്കികൾ ഇവിടെ വന്നത്? എന്തായിരുന്നു പറങ്കികളുടെ ലക്ഷ്യം? പറങ്കികൾ നമ്മെ അടിമപ്പെടുത്താൻ വന്നതാ, നമ്മുടെ രാജ്യത്തെ മോഷ്ടിക്കാൻ വന്നതാ, നമ്മളെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വന്നതാ. അല്ലാതെ എന്താണ് അവർ ചെയ്തത്? ആയിരക്കണക്കായ ബലാത്സംഗമാണ് അൽബുക്കർക്കും വാസ്കോഡി ഗാമയുടെയും സൈന്യം ചെയ്തിട്ടുള്ളത്. അൽബുക്കർക്ക് വാസ്കോഡി ഗാമയുടെ സർവ്വസൈന്യാധിപനാണ്. ഈ അൽബുക്കർക്കാണ് ഇവിടെ നടത്തിയ നരനായാട്ടിനും പെണ്ണുങ്ങൾക്കെതിരെ കയ്യേറ്റം നടത്തിയതിനും കണക്കില്ല. അതിന് അയാളെ പ്രേരിപ്പിച്ചത് വാസ്കോഡി ഗാമയാണ്. ഈ വാസ്കോഡി ഗാമക്ക് നമ്മളിവിടെ സ്മാരകം പണിതിട്ടുണ്ട്. പക്ഷെ നല്ല മനുഷ്യർ നമ്മൾ കാണാതെ പോകുന്നു. വാസ്കോഡി ഗാമ ഇവിടെ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ അടുത്ത കാലം വരെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു. ശരിയാണ്. ഒരു നല്ല സാമൂഹിക വ്യവസ്ഥ അട്ടിമറിച്ചു. ആര് വന്നപ്പോൾ? ബ്രിട്ടീഷുകാർ. വാസ്കോഡി ഗാമയും മറ്റും വന്നപ്പോൾ അവർ ജനങ്ങൾക്കിടയിലുള്ള നല്ല സാഹചര്യങ്ങളെ ഇല്ലാതാക്കി. അവർ ജനങ്ങൾക്കിടയിലുള്ള സ്നേഹമസൃതമായ ബന്ധങ്ങളെ വഷളാക്കി. അപ്പോൾ ഇവിടുത്തെ ഇന്ന് നമ്മൾ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന പല കഥകളുടെയും നിറം പിടിപ്പിച്ച കഥകളുടെയും അടിസ്ഥാനം സത്യത്തിൽ അതിന്റെ പിന്നിൽ ബ്രിട്ടീഷുകാരാണ്. കാരണം എന്തുകൊണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതുപോലെ നഷ്ടം വരുത്തിയ ഒരാളില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ കൂടുതൽ ചിന്തിക്കാത്ത നാടുവാഴികളാണ്. അന്നത്തെ സുഖം എന്നല്ലാതെ ഒരു താല്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ടിപ്പു സുൽത്താൻ തന്നെ ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് സാമൂതിരി രാജാവ് സ്വന്തം കൊട്ടാരത്തിന് തീ കൊളുത്തി മരിച്ചു എന്ന് ഇത് ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. എത്ര വലിയ വിഡ്ഢിത്തരമാണ് എഴുതി വെച്ചത്. തനി വിഡ്ഢിത്തരം. ചരിത്രം ഒന്ന് പഠിച്ചു നോക്കട്ടെ. ഞാൻ സ്കൂളിലെ പുസ്തകം അത് വായിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു ചരിത്രം അങ്ങനെയാണ്. സാമൂതിരി രാജാവ്, ഞാനത് വിശദീകരിച്ച് നാളെ പറയും ഇൻഷാ അല്ലാഹ് എന്താ സംഭവിച്ചത്.
ടിപ്പുവിനെ പേടിച്ചിട്ട് സാമൂതിരി രാജാവ് തീ കൊളുത്തി കൊട്ടാരത്തിന് തീ കൊളുത്തി മരിച്ചു. അന്തപുര കന്യകമാരും തരെയും മറ്റും കടന്നാക്രമണം നടത്തുമെന്ന് ഭയപ്പെട്ട് രാജാവ് തന്റെയും കൊട്ടാരകുമാരിമാരുടെയും സംരക്ഷണാർത്ഥം പെണ്ണുങ്ങളെയും കുട്ടികളെ അതിലിട്ടിട്ട് മരിച്ചു. ഇവിടെ സാമൂതിരി രാജാവ് കോഴിക്കോട്ട് തീ കൊളുത്തി മരിച്ചു. അതായത് കൊട്ടാരത്തിലുള്ള അന്തപുര കന്യക ആരെ പേടിച്ചിട്ട്? ടിപ്പുവിനെ പേടിച്ചിട്ട്. ആംഗലേയ ചരിത്രകാരന്മാരും പിന്നീട് വന്ന എല്ലാരും പറയുന്നു ഈ മനുഷ്യൻ സദാചാര നിഷ്ഠയിൽ ഭയങ്കര ഉഷാറുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ സൈന്യം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെന്തിനാ മരിച്ചത്? ആരാ മരിപ്പിച്ചത്? ആരാണ് സാമൂതിരിയെ കൊന്നത്? എന്തായിരുന്നു അതിന്റെ പിന്നിൽ? വിശദമായി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അതുകൊണ്ട് ഇതൊരു ചരിത്ര വിദ്യാർത്ഥിയുടെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഒരു മനസ്സ് തന്നാൽ ഇങ്ങനെ ധാരാളം ആളുകളെ പറ്റി പറയാൻ കഴിയും. പിന്നെ സീഡിനെ പോലെ താൽക്കാലികമായ ഒരു ചൂടുള്ള ഏതെങ്കിലും ഒരു സംഘടന ഇതിന് തയ്യാറാവുകയും വേണം. എല്ലാവരും തയ്യാറായിക്കൊള്ളണമെന്നില്ല. താൽക്കാലിക ചൂട് എന്നാണ് ഞാൻ പറഞ്ഞത്. നാളെയും അവർ തന്നെ വീണത് ഇപ്പോൾ വിദ്യയാക്കി എന്നല്ലാതെ നാളെ അവർ വീഴാൻ ശ്രമിക്കുന്നു. എനിക്കും അവരുടെ കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പൊ വീണത് വീണു എന്നല്ലാതെ ഇങ്ങനെ വീഴ്ചക്ക് അവരെന്നെ തയ്യാറാവുമെന്ന് അല്ലാഹു അഅലം. കാരണം ഇതൊക്കെ പൊല്ലാപ്പിന്മേൽ പൊല്ലാപ്പുണ്ടാക്കുന്ന സംഗതി. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ ഛത്രപതി ശിവജിയെ വെച്ച് ഈ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഛത്രപതി ശിവജി എന്റെ മതക്കാരനല്ല, അദ്ദേഹം ഹിന്ദു മതക്കാരനല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ശക്തനായ ഹിന്ദു വക്താവാണ് ഛത്രപതി ശിവജി. പക്ഷെ അദ്ദേഹം ദേശസ്നേഹിയാണ്, അതോട് ബഹുമാനിക്കണം. ശിവജിയെ ഞാൻ സ്നേഹിക്കുന്നു, ശിവജിയെ ഞാൻ ബഹുമാനിക്കുന്നു. ശിവജിയിൽ നിന്നാണ് ശിവസേന ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രാനന്തര ഭാരതത്തിന് മുമ്പും മുസ്ലിം സമുദായത്തിന് ഏറ്റവും നഷ്ടം വരുത്തിയ ഒരു സംഘടനയാണ് ശിവസേന. പക്ഷെ ഈ ശിവസേന ശിവജി ഉണ്ടാക്കിയതല്ല. ഛത്രപതി ശിവജിയുടെ പേരിൽ മറാഠികൾ പിന്നീടുണ്ടാക്കിയതാണ്. പക്ഷെ ഛത്രപതി ശിവജി അദ്ദേഹം ഒരു ഹിന്ദു മതക്കാരനല്ലേ, അപ്പൊ അതനുസരിച്ച് അദ്ദേഹം ജീവിക്കുമല്ലോ, കാഴ്ചപ്പാടുണ്ടാവും. പക്ഷേ അദ്ദേഹം ദേശസ്നേഹിയാണ്. ഒരു ദേശസ്നേഹിയെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, 2 നൂറ്റാണ്ട് ശിവജിയുടെ 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ടിപ്പു സുൽത്താൻ. അന്നെങ്ങാനും ശിവജി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ശിവജിയെ പോലെ ഒരു ഹിന്ദു രാജാവ് അന്നില്ലാതെ പോയി. നാട്ടുരാജാക്കന്മാർ പ്രലോഭനത്തിനും പ്രകോപനത്തിനും വഴിപ്പെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിമകളായി. ടിപ്പു മരിച്ചു കിടക്കുമ്പോൾ ഹാറ്റ് ഉയർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഇനി മുതൽ ഇന്ത്യ ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ ബ്രിട്ടീഷ് രാജകുടുംബങ്ങൾ അതിനെ ആഹ്ലാദിച്ചു. ടിപ്പു മരിച്ചതിന്റെ പേരിൽ എഴുത്തും വായനയും പഠിക്കാത്ത ഒരു ബാപ്പാടെ മോന് ഇന്ന് ലോകത്ത് ഒരു ഇന്ത്യൻ രാജാവിനെ കുറിച്ച് ഏറ്റവുമേറെ മഹാനായ അക്ബറിനേക്കാൾ, എല്ലാവരും പറയുന്ന മഹാനായ അക്ബറിനേക്കാൾ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്ര സ്മരണ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത് ടിപ്പുവിന്റെ പേരിലാണ്. കാരണം ടിപ്പു അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. ടിപ്പു മഹാനാണ്. ടിപ്പുവിന് ശേഷം ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ടിപ്പുവിന് തുല്യനായ ഒരാൾ വന്നിട്ടേയില്ല. ടിപ്പുവിന് എന്തൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ സത്യമായി അറിയണം. ഞാൻ പി.കെ. ബാലകൃഷ്ണനെയും ഞാൻ വിളക്കുടി രാജേന്ദ്രനെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ഇത് മാത്രമൊന്നല്ല, എത്രയോ അദ്ദേഹത്തെ അപസർപ്പക കഥകൾ പോലെ അദ്ദേഹത്തിന്റെ നന്മക്ക് എതിരെ പലരും കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് നല്ല ഒരു വിദ്യാർത്ഥിയുടെ ഉദാത്തമായ ഒരു തൃഷ്ണയോടുകൂടെ, സത്യാന്വേഷണയുടെ തൃഷ്ണകളോടുകൂടെ യഥാർത്ഥം പിടിച്ചെടുത്തുകൊണ്ടുവന്ന അനവധി ഹൈന്ദവ ചരിത്രകാരന്മാരും ടിപ്പുവിന്റെ പക്ഷത്ത് നിലകൊണ്ടിട്ടുണ്ട്. രാജ്യസ്നേഹികളായ ചരിത്രകാരന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നതും ഇവിടെ സത്യമാണ്. ഗിദ്വാനി തന്റെ പുസ്തകത്തിൽ ഗിദ്വാനി ആദ്യം തന്നെ ഗിദ്വാനി ഈ പുസ്തകം സമർപ്പിക്കുന്നതിന് രസകരമായ സംഭവമാണ്. ഗിദ്വാനി സമർപ്പിക്കുന്നത് ഒരു ചരിത്രകാരനില്ലാതെ പോയ രാജ്യത്തിന് ഞാനിത് സമർപ്പിക്കുന്നു എന്നാണ്. നല്ല അർത്ഥാണ്. ഒരു ചരിത്രകാരനില്ലാതെ പോയ രാജ്യത്തിന് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ എന്റെ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ പറഞ്ഞതെല്ലാം വിഴുങ്ങ മാത്രമാണ് ഇന്ത്യക്കാർ ചെയ്തത്. ഇന്ത്യക്കാരെ കൂട്ടത്തിൽ ഒരു ചരിത്രകാരൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഭഗവാൻ എസ് ഗിദ്വാനിയുടെ പുസ്തകമാണത്. ഭഗവാൻ എസ് ഗിദ്വാനിയുടെ പുസ്തകമാണത്. പുസ്തകം സമർപ്പിക്കുന്നത് തന്നെ ഇതാ. ഈ പുസ്തകത്തിന്റെ സമർപ്പണം എന്നെ ഭയങ്കര രസപ്പെടുത്തി. അദ്ദേഹം സമർപ്പിക്കുന്നത് ഒരു ചരിത്രകാരൻ ഇല്ലാത്ത രാജ്യത്തിന്, ചരിത്രത്തെ പുനരധിവസിപ്പിക്കപ്പെടേണ്ട
പുനരധിവസിപ്പിക്കേണ്ട ആളുകൾക്ക് മനുഷ്യഭാഗധേയത്തിലുള്ള വിശ്വാസത്തിന് സൂര്യൻ കിഴക്കുടിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിന് വേണ്ടി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു എന്നാണ്. ഒപ്പം എന്റെ മക്കൾ മനുവിനും സച്ചിലിനും സത്യം പറഞ്ഞു കൊടുക്കപ്പെടേണ്ട ഇന്ത്യയിലെ എല്ലാ ചെറുപ്പക്കാർക്കും വേണ്ടി ഈ മനുഷ്യന്റെ ചരിത്രം ഞാൻ ഉദ്ധരിക്കുന്നു. മനോഹരമായ പുസ്തകമാണ്, വളരെ ദീർഘമായ പുസ്തകമാണ്, കലാമൂല്യമുള്ള പുസ്തകമാണ്. ചരിത്രകാരനില്ലാതെ പോയ ഒരു രാജ്യത്തിന് ഞാനിത് സമർപ്പിക്കുന്നു എന്നാണ്. അതായത് ആംഗലേയ ചരിത്രകാരന്മാരെ വാരി പിടിച്ച്, അത് തോമസ് കാർലൈൻ ആണെങ്കിലും ഫിലിപ്പ് ഹിറ്റിയർ ആണെങ്കിലും W.H. വാട്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആംഗലേയ ചരിത്രകാരന്മാരെ നമ്മൾ വാരി പിടിച്ച് തിന്നുന്നല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ യശസ്കരമായ ചരിത്രം മെനഞ്ഞെടുത്ത ഒരു ചരിത്രകാരൻ ഇല്ലാതെ പോയതും ഇപ്പോൾ നമ്മൾ ചില താല്പര്യപ്പോലെ ഇന്ത്യൻ ചരിത്രത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ പുതിയ ഒരു പരിപാടിയാണ്. ഇപ്പൊ ഇംഗ്ലീഷുകാർ പോലും നമ്മുടെ രാജ്യത്തിനെ പറ്റി എഴുതിയ നല്ല ചരിത്രങ്ങൾ തേച്ചു മാറ്റി കളയുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ. ഇതൊക്കെ കണ്ടിട്ടാകാം ഒരിക്കൽ ഇഖ്ബാൽ പറഞ്ഞത്, ആസാൻ നഹീ മിഠാന നാമോ നിഷാൻ ഹമാര എന്നൊരിക്കൽ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്. ആസാൻ നഹീ മിഠാന നാമോ നിഷാൻ ഹമാര. എത്ര നാമവും അടയാളങ്ങളും നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന്, ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ഞങ്ങളുടെ നാമവും അടയാളങ്ങളും എത്ര തേച്ചുമാച്ച് കളഞ്ഞാലും അന്ത്യനാൾ വരെ മുസൽമാന്റെ ചരിത്രം തേച്ചുമാച്ച് കളയാൻ ഇന്ത്യൻ മണ്ണിൽ സാധ്യമല്ല എന്നൊരിക്കൽ മഹാനായ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയും. അള്ളാഹു നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അവ്സിലില്ലാഹുമ്മ ثواب كلماتنا المحمودة إلى وثنائنا أوصل اللهم ثواب قراءتنا وكلماتنا ومذاكرتنا ووعظنا إلى حبيبك المصطفى محمد وإلى حضرة টিপু সুলতান قدس الله سره العزيز. اللهم زد له شرفا على شرفه وفضلا على فضله وعزا على عزه وجاها على جاهه وكرامة على كراماته. اللهم اجمع بيننا وبينه في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. വിശദമായ ദുആ നാളെ നടത്തുമെന്ന് അറിയിക്കുന്നു. ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.